മാത്രമല്ല നമ്മളെക്കാളും അദബ് അവൾക്കുണ്ടാകണം, നമ്മളെക്കാളും അദബുണ്ടാകണം. നാം വരുമ്പോൾ എഴുന്നേൽക്കുന്ന, നാം നമ്മുടെ വാപ്പ വരുമ്പോൾ ബഹുമാനിക്കുന്ന, നമ്മുടെ ഉപ്പ വരുമ്പോൾ അവരെ ബഹുമാനിക്കുന്ന നല്ല ഭാര്യയായിരിക്കണം, അദബുള്ള പെണ്ണായിരിക്കണം. പള്ളിയിൽ നിന്ന് വാങ്ങു വിളിക്കുന്ന സമയത്ത് സർവ്വ സംസാരങ്ങളും നിർത്തി ആ വാങ്ങിന് മറുപടി കൊടുക്കുന്ന സ്വഭാവമുള്ള പെണ്ണായിരിക്കണം. തന്റെ മക്കൾ, തന്റെ ജനിച്ച മക്കൾക്ക് വേണ്ടി തൊട്ടിലിട്ട് ആട്ടുമ്പോൾ ഡിസ്കോ പാട്ടുകൾ പാടാത്ത, സിനിമാ പാട്ടുകൾ പാടാത്ത, സീരിയലിൽ ഏതെങ്കിലും നടിമാര് പാടിയ പാട്ടുകൾ പാടാത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ തൊട്ടിലിൽ പിടിച്ചുകൊണ്ട് നല്ല നല്ല പാട്ടുകൾ പാടുന്ന ആ കുഞ്ഞുമോൻ ആദ്യമായി കേൾക്കുന്നത് അല്ലാഹുവിനെ കുറിച്ചായിരിക്കണം. ആ കുഞ്ഞുമോൻ ആദ്യമായി പരിചയപ്പെടുന്നത് മദീനയുടെ ജേതാവ്, മക്കയുടെ നേതാവ്, മാലോകരുടെ ഹൃദയത്തിലെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പേരാണ് ആദ്യം കേൾക്കേണ്ടത്, ആ പേരാദ്യം പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ടവളാ. അതുകൊണ്ട് എനിക്കൽപ്പം ദീൻ കുറഞ്ഞാലും നല്ല അദബുള്ള ദീനുള്ള വീട്ടിലെ പെണ്ണിനെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് എന്റെ ചെറുപ്പക്കാരാ നീ ആലോചിച്ചുറപ്പിച്ചോ. അവളുടെ സൗന്ദര്യം അല്പം കുറഞ്ഞോട്ടെ, അവളുടെ വിദ്യാഭ്യാസം അല്പം കുറഞ്ഞോട്ടെ, അതൊന്നും നിനക്ക് ഉപകരിക്കൂല. സൗന്ദര്യം 2 ദിവസം കഴിയുമ്പോ നിനക്ക് മനസ്സിലാകും, അതേ വിദ്യാഭ്യാസത്തിന്റെ പവറും നിനക്ക് മനസ്സിലാകും, അതേ ദീനിന്റെ പവർ നിന്റെ മരണത്തിന്റെ സമയത്ത് നീ മരിച്ച് ഖബറിൽ കിടക്കുമ്പോൾ നിന്റെ മക്കളെ ആത്മീയമായി വളർത്തിയ ഒരു പെണ്ണാണെങ്കിൽ, നിന്റെ മക്കളെ മദ്രസയിൽ പറഞ്ഞു വിട്ടൊരു പെണ്ണാണെങ്കിൽ, ഫാത്തിഹ ഓതാൻ പഠിപ്പിച്ചൊരു പെണ്ണാണെങ്കിൽ, അതേ സ്കൂളിലെ ഹോംവർക്ക് ചെയ്യുന്നതിനേക്കാളും മദ്രസയിലെ പാഠങ്ങൾ ചൊല്ലി പഠിപ്പിക്കുന്ന സന്ധ്യാനേരങ്ങളിൽ സലാത്ത് ചൊല്ലാതെ നിനക്ക് അത്താഴമില്ല എന്ന് പറയുന്ന നിന്റെ പെണ്ണാണെങ്കിൽ, നീ മരിച്ച് ഖബറിൽ കിടക്കുമ്പോൾ നിന്റെ മക്കൾ നിനക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഭാര്യയാണത് പഠിപ്പിച്ചതെങ്കിൽ നിനക്കതല്ലേ ഉപകാരപ്പെടുന്നത് ചെറുപ്പക്കാരാ. അതുകൊണ്ട് ദീനുള്ള പെണ്ണാവുക, നമ്മളെക്കാളും സൂക്ഷ്മതയുള്ള പെണ്ണായിരിക്കണം, നമ്മളെക്കാളും സൂക്ഷ്മതയുള്ള പെണ്ണായിരിക്കണം. നമ്മക്കൽപ്പ സ്വല്പം സൂക്ഷ്മത കുറവാണെങ്കിലും സൂക്ഷിക്കാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പെണ്ണായിരിക്കണം നിന്റെ പെണ്ണ്. അങ്ങനെ ദീനീ ബോധമുള്ള, ചിട്ടയുള്ള, അദബുള്ള, സൂക്ഷ്മതയുള്ള പെണ്ണ് മാത്രമല്ല ഭൗതിക ജീവിതത്തിന്റെ ഭാഗമാണ് വിഷമങ്ങൾ, പ്രയാസങ്ങൾ. കടലിൽ തിരയടങ്ങിയിട്ട് കപ്പലിറക്കാൻ കഴിയുമോ? ചിലപ്പോ കടമുണ്ടാകും, ചിലപ്പോൾ രോഗമുണ്ടാകും, ചിലപ്പോൾ ചില ആളുകൾ ഭാര്യയെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നുണ്ടാകും, ചില ഉമ്മമാരോ ഭർത്താക്കന്മാരെ കൊണ്ട് പരീക്ഷിക്കുന്നുണ്ടാകും, ചില ദമ്പതികളോ മക്കളെ കൊണ്ട് പരീക്ഷണമുണ്ടാകും. വിഷമിക്കണ്ട, എല്ലാ പ്രയാസങ്ങളും സഹിച്ച് ക്ഷമിച്ച് ഹബീബ് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബജീവിതം തുടങ്ങുന്ന ഒരു മനുഷ്യ, ഓ ചെറുപ്പക്കാരാ, ഹബീബിന്റെ തിരുസുന്നത്താണ് വിവാഹം. ആ വിവാഹത്തിന് നിനക്ക് പക്വമായ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ പരിശുദ്ധ ഖുർആൻ എണ്ണി എണ്ണി പറയുന്നു. വയുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിലേക്ക് ഓടി അടുക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. നല്ല കാര്യങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഓടി അടുക്കുന്നവരാണ്. അതേ മഖാമിന്റെ ആണ്ട് വരുമ്പോൾ, സയ്യിദിന്റെ ആണ്ട് വരുമ്പോൾ അവിടെ അതാ പരിപാടികൾ സഹകരിക്കുന്ന നന്മയുടെ മുഅ്മിനീങ്ങൾ, വഅളിന്റെ മജ്ലിസിൽ വന്ന് പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങൾ, ഹബീബിന്റെ ജന്മദിനം വരുമ്പോൾ അതിനു വേണ്ടി തന്റെ തുച്ഛമായ സംഭാവനകൾ കൊടുക്കുന്ന മുഅ്മിനീങ്ങൾ. അങ്ങനെ ഏതെല്ലാം നന്മകളിൽ ഓടിയെടുക്കുന്നുവോ ഉലൈക മിനസ് സാലിഹീൻ, അവർ സജ്ജനങ്ങളിൽ പെട്ടവരാണ്.
നന്മയാണ്. അപ്പോൾ വിവാഹം ഒരു നന്മയാണ്. അതുകൊണ്ട് ആ നന്മയ്ക്ക് പക്വമായ സമയം നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ നീ പെട്ടെന്ന് തന്നെ വിവാഹം കഴിച്ചോ. അൽ അജ്ലതു മിനശ് ശൈത്താനി ഇല്ലാ ഫീ ഖംസിൻ. മഹാന്മാര് പറയുന്നു, വേഗത എന്ന് പറയുന്നത് പിശാചിന്റെ പണിയാണ്. പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ധൃതിക്ക് ചെയ്യുന്നത് പിശാചിന്റെ പണിയാണ്. ഇല്ലാ ഫീ ഖംസിൻ, 5 കാര്യങ്ങളിൽ ഒഴിച്ച്. ഏതാണ് 5 കാര്യങ്ങൾ? അത്തൗബത്തു ഇദാ അദിനബാ. എന്റെ ചെറുപ്പക്കാരാ, നീ ഒരു നിമിഷം നല്ലതുപോലൊന്ന് ചിന്തിച്ചോ. ആധുനിക സമൂഹം, ആധുനിക സമച്ച നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നറിയുമോ? ഒരു മനുഷ്യൻ നന്നാവണമെന്ന് വിചാരിച്ചാൽ അവന്റെ ചുറ്റുപാട് അതിനെ സമ്മതിക്കൂല. അവൻ നന്നാവണം എന്ന് വിചാരിച്ചവന്റെ കണ്ണുകളെ സംരക്ഷിക്കാൻ വിചാരിച്ചാൽ ആ കണ്ണുകൾ അവൻ തുറന്നു നോക്കുന്നത് ഹറാമിലേക്കാണ്. കണ്ണടച്ചുകൊണ്ട് നടക്കണമെന്ന് വിചാരിച്ചാൽ റോഡിന്റെ കുഴിയിൽ വീണുപോകും. പക്ഷേ കണ്ണു തുറന്ന് നടക്കണമെന്ന് വിചാരിച്ചാൽ ഏതെങ്കിലും ഹറാമിൽ പോയി നമ്മുടെ കാഴ്ച തട്ടിപ്പോകും. നിന്റെ ഉള്ളം കയ്യിലെ മൊബൈലില്ലയോ? ആ മൊബൈലിൽ നീ വെറുതെ ആവശ്യത്തിന് തന്നെ ഒന്ന് ഉപയോഗിക്കണമെന്ന് വിചാരിച്ചാൽ ഇന്റർനെറ്റിന്റെ കണക്ഷൻ ഉണ്ടെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് അരിച്ചിറങ്ങി വരുന്ന വൃത്തികെട്ട ചിത്രങ്ങൾ നിന്റെ ഉള്ളം കയ്യിൽ തെളിയുന്ന രംഗമല്ലയോ? ഇവിടെ പാപികളായി പാപം ചെയ്തവരായി നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് മുഅ്മിനേ. അതുകൊണ്ട് നമുക്ക് സമയം വളരെ കുറവാ. എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല. ഇവിടെ നിന്ന് എഴുന്നേറ്റ് നിങ്ങൾ നിൽക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല. ഈ നൃത്തത്തിൽ ഞാൻ റാഹത്തായൊന്നിരിക്കുമെന്ന് വിശ്രമിക്കുമെന്ന് എനിക്കുറപ്പില്ല. അതിനാൽ പാപം ചെയ്തു പോയവരുണ്ടെങ്കിൽ അത്തൗബത്തു ഇദാ അദിനബാ. പാപം ചെയ്താൽ പെട്ടെന്ന് തന്നെ നീ പാപമോചനം തേടുക. പെട്ടെന്ന് തന്നെ അല്ലാഹുവിനോട് തൗബ ചെയ്യുക. പരിശുദ്ധരായ ഹദീസ് പറയുന്നു, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നീ സൂക്ഷിച്ചോ. വാതിബിഇസ് സയ്യിഅത്തൽ ഹസനത, നീ ഒരു തെറ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നല്ല ഒരു കാര്യം നീ കൊണ്ടുവന്നോ. നീ ഒരു ഹറാം ചെയ്താൽ ആ തെറ്റ് നിനക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നീ പാപമോചനം നടത്തിക്കോ. നിന്റെ വായിൽ നിന്നൊരു ചീത്ത വാക്ക് വീണാൽ നീ ഉടനെ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞോ. നിന്റെ ഹൃദയത്തിൽ തെറ്റായ ഒരു ചിന്ത നിന്റെ ഹൃദയത്തിൽ വന്നാൽ ഉടനെ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞോ. വഖാലിഖിൻ നാസ ബിഖുൽഖിൻ ഹസനാ, നിന്റെ ജനങ്ങളോട് നിന്റെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ നീ സഹവർത്തിച്ചോ. ഒരു തെറ്റ് അറിയാതെ സംഭവിച്ചാൽ അപ്പൊ തന്നെ അസ്തഗ്ഫിറുല്ലാ പറയണം. അപ്പോൾ തന്നെ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ ഈ അസ്തഗ്ഫിറുല്ലാ ആകുന്ന നന്മ നീ ചെയ്തുപോയ, നീ പറഞ്ഞുപോയ ആ തെറ്റിനെ മായ്ക്കുന്നതാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ എപ്പോഴും നമ്മുടെ നാവിലുണ്ടാകണം. പാപം ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തൗബ ചെയ്യണം. ഇനിയോ വിശദീകരിച്ചു പറയാൻ സമയമില്ലല്ലോ. നിന്റെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ നീ സൽക്കരിക്കുക, പെട്ടെന്ന് തന്നെ സൽക്കരിക്കുക. ഒരു അതിഥി വന്നാൽ പെട്ടെന്ന് നീ അവനെ സൽക്കരിക്കണം. ആരെങ്കിലും വീട്ടോട്ട് വരുമ്പോ നിങ്ങൾ അവിടെ ഇരി, അതാ വരുന്നെന്ന് പറഞ്ഞ് നമ്മൾ കഥവും വീട്ടിൽ അങ്ങ് പോകാൻ പാടില്ല. നമ്മൾ കഥവും വീട്ടിൽ നിങ്ങൾ സിറ്റ് ഔട്ട് ഇരി, എനിക്കൊരു കല്യാണത്തിന് പോകാണ്ട് അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് അയാളെ സിറ്റ് ഔട്ട് ഇരുത്തിയിട്ട് നമ്മൾ വേറെ ആവശ്യത്തിനൊക്കെ പോയി 2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരാൻ പാടില്ല. അത് അവനെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഞാനിപ്പോ ഈ കരയേക്കാട്ടേക്ക് വന്നപ്പോൾ എന്റെ സുഹൃത്ത് എന്നെ വീട്ടിൽ കൊണ്ടുപോയി. തങ്ങളെ വിളിച്ചിട്ടുണ്ട്, പെട്ടെന്ന് ചെല്ലണം, 7:30 അവിടെ എത്തണം എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം മാന്യമായി സൽക്കരിച്ചു. ഉച്ചയ്ക്ക് തിരക്ക് പിടിച്ചതിന്റെ പേരിൽ ചോറ് കഴിക്കാൻ പറ്റിയിരുന്നില്ല. അത് അദ്ദേഹം മനസ്സിലാക്കി പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുപോയി ചായയും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്ന് സൽക്കരിച്ചു. അള്ളാഹു അവിടുത്തെ കുടുംബത്തിന് ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. അപ്പോൾ ഒരു അതിഥി വീട്ടിൽ വന്നാൽ ഉടനെ തന്നെ അയാളെ സൽക്കരിക്കുക. സൽക്കാരത്തിന് ഏറ്റവും മുൻപന്തിയിലാണ് ഈ മലപ്പുറം ജില്ലയിലുള്ളവരെന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് ഈ നിവാസികൾ എന്ന് എനിക്ക് നേരത്തെ അറിയാം. അള്ളാഹു അതിന് ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. വിശദീകരിച്ചു പറയാൻ സമയമില്ല. ഒരാൾ മരിച്ചാൽ പിന്നെ അവിടെ ഇട്ടേക്കാൻ പാടില്ല. ഉടനെ തന്നെ ആ മയ്യത്ത് സംസ്കരിക്കണം.
പെട്ടെന്ന് തന്നെ സംസ്കരിക്കണം. ആ മയ്യത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. കുളിപ്പിക്കാൻ മുന്നോട്ട് വരണം, കഫൻ പൊതിയാൻ മുന്നോട്ട് വരണം, ആ വീട്ടുകാർക്ക് ആശ്വാസത്തിന്റെ തണലുകൾ പറഞ്ഞു കൊടുക്കാൻ മുന്നോട്ട് വരണം, ടാർപ്പ പിടിച്ചു കെട്ടുന്ന ആവശ്യത്തിലേക്ക് വരണം, മറ്റു ബന്ധുമിത്രാദികളെയൊക്കെ വിളിച്ചു പറയണം. ഒരുപക്ഷെ മയ്യത്തിന്റെ അഹ്ലുകാർക്ക് അതൊന്നും കഴിഞ്ഞോണമെന്നില്ല. പെട്ടെന്ന് വാപ്പ മരിക്കുമ്പോൾ മക്കൾ ആകെ ബേജാറിലാണ്, പെട്ടെന്ന് ഭാര്യ മരിക്കുമ്പോൾ ഭർത്താവ് ആകെ ബേജാറിലാണ്. മരണം എപ്പോഴാണ് വന്ന് പിടികൂടുക എന്നറിയില്ല. കഴിഞ്ഞ ആഴ്ച എന്റെ സുഹൃത്തിനെ 2-3 പേര് ഞാൻ കണ്ടില്ല. ആ 3 ദിവസം കഴിഞ്ഞ് ഞാൻ ചോദിച്ചപ്പോ എവിടെയായിരുന്നു? അപ്പൊ നാട്ടിൽ പോയതായിരുന്നു, കൊല്ലത്ത് പോയതായിരുന്നു പരീക്ഷയുടെ ഇടയിൽ. അയാളോട് ഞാൻ ചോദിച്ചു, എന്തേ സ്റ്റഡി ലീവിന്റെ ഇടയിൽ സ്റ്റഡിക്ക് ലീവ് കൊടുത്ത് വീട്ടിൽ പോയതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്റ്റഡിക്ക് ലീവ് കൊടുത്ത് വീട്ടിൽ പോയതല്ല, രാത്രി പെങ്ങളുടെ ഭർത്താവ് പെട്ടെന്നങ്ങ് മരിച്ചുപോയി. ആ മരണസംസ്കാരത്തിൽ പങ്കെടുക്കാൻ പോയതാണ്. അവിടെ ചെന്നപ്പോഴാണ് പ്രിയപ്പെട്ട പെങ്ങളുടെ നിലവിളി കേട്ടിട്ട് തിരിച്ചു വരാൻ തോന്നിയില്ല. 3-ാം ഫാത്തിഹ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നതെന്ന് പറഞ്ഞപ്പോൾ, മരണം ആർക്കും വരാം മോനെ, ഇശാ നിസ്കരിക്കാതെ നീ കടന്നുറങ്ങിയാൽ സുബഹിക്ക് നീ എഴുന്നേക്കുമെന്ന് നിനക്കെന്തുറപ്പാണുള്ളത്? കിഴക്കിന്റെ അങ്ങിൽ നിന്ന് അതാ മലമുകളിൽ നിന്ന് ഉയർന്നു വരുന്ന സൂര്യന്റെ പ്രകാശം നീ കാണുമെന്ന് നിനക്ക് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് പറയുന്നു, നീ നേരം വെളുത്താൽ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കണ്ട, വൈകുന്നേരമായാൽ നാളെ പ്രഭാതം ഞാൻ കാണുമെന്ന് പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് എപ്പോഴും പോകാനുള്ള വീടാണ് മരണം, എപ്പോഴും പോകാനുള്ള സ്ഥലമാണ് ഖബർ. അങ്ങനെ ഒരാൾ മരിച്ചു പോയാൽ അല്ലാഹു നമുക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ സർവ്വ ആളുകൾക്കും മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ഒരു സുഹൃത്ത് മരിച്ചു കഴിഞ്ഞാൽ പൊന്നുമോനെ, നീ പെട്ടെന്ന് തന്നെ ആ വീട്ടുകാരെ സമാധാനപ്പെടുത്തി ആ മയ്യത്ത് സംസ്കരണത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ആ വീട്ടിൽ വരുന്ന ആളുകൾക്ക് ഭക്ഷണം നിന്റെ വീട്ടിൽ അയൽ വീട്ടിലിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. അതിനൊന്നും ആ മരണ വീട്ടുകാർക്ക് പറ്റിയെന്ന് പോരെ വരൂല. 4-മതായി പെട്ടെന്ന് ചെയ്യാൻ മഹാന്മാര് പറയുന്നത് വഖലാഉദ്ദൈനി ഇദാ വജബാ. ഒരാളിന്ന് പൈസ നമ്മൾ വാങ്ങിച്ചു, വാങ്ങാൻ ചെന്നപ്പോൾ വലിയ താഴ്മയോടൊക്കെ അവനോട് സംസാരിച്ചു. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോ അപ്പൊ തന്നെ കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അടുത്ത മാസം ശമ്പളം കിട്ടിയപ്പോ ഈ ആ വഴിക്ക് പോയില്ല. അടുത്ത മാസം ഡേറ്റ് കഴിഞ്ഞിട്ടും പോയില്ല. അങ്ങനെ ഫോണിൽ വിളിച്ചപ്പോ ഫോൺ എടുക്കുന്നില്ല. പിന്നെ വഴി വെച്ച് കണ്ടപ്പോൾ എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ച പൈസ തരാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റ് എത്തിക്കഴിഞ്ഞാൽ ആ പൈസ തിരിച്ചു കൊടുക്കൽ എത്രയും പെട്ടെന്ന് നടത്തുക. എത്രയും പെട്ടെന്ന് നമ്മൾ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കണം. പണ്ടൊരാള് 2 ഹാജിയാക്കന്മാരെ 1000 രൂപ വെച്ച് കടം വാങ്ങിച്ചു. അദ്ദേഹം ഭയങ്കര മടിയനാ. ഉറക്കം വരാതിരിക്കാൻ വേണ്ടി പറയാട്ടോ, ഏത് കിതാബിലുള്ളതെന്ന് ചോദിക്കും. കഥകളാണ്, ഉദാഹരണങ്ങൾ. അപ്പോ ഒരു ഹാജിയാരെ 1000 രൂപ വാങ്ങി. എന്നിട്ട് പറഞ്ഞു, അടുത്ത മാസം 1-ാം തീയതി കൃത്യമായി ഞാൻ എത്തിക്കാം. ഹാജിയാര് കൊടുത്തു. അയാൾ ഈ 1000 രൂപ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അവിടെ കിടന്നുറങ്ങി. ഒരു പണിയും ചെയ്യാൻ പോകത്തില്ല, മടിയന. അങ്ങനെ 30 തികഞ്ഞു. അടുത്ത മാസം 1-ാം തീയതി നാളെയാ. അപ്പൊ ഇങ്ങനെ രാവിലെ ആയപ്പോ ഇങ്ങനെ പത്രമൊക്കെ വായിച്ചിട്ട് ഇനിയിപ്പോ നാളെ 1000 രൂപ കൊടുക്കുന്നത് ഇപ്പൊ എങ്ങനെ? അപ്പൊ നമുക്ക് കുറച്ചപ്പുറമുള്ള വേറൊരു ഹാജിയാരത്ത് നിന്ന് 1000 രൂപ വാങ്ങും. ശരിയാ. അങ്ങനെ ആ ഹാജിയാരത്ത് പോയി വിഷമങ്ങളൊക്കെ പറഞ്ഞ്, ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത മാസം തന്നെ അത് തരാം, കൃത്യമായി നിങ്ങളിവിടെ ഏൽപ്പിക്കും എന്നെല്ലാം പറഞ്ഞ് ആ ഹാജിയാരത്ത് നിന്ന് 1000 രൂപ വാങ്ങി. എന്നിട്ട് 1-ാം തീയതി ആയപ്പോ കൃത്യം 10 മണിക്ക് ഹാജിയാരുടെ വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചു. ഹാജിയാരെ, നമ്മൾ വളരെ വിശ്വസ്തനാണ്, പൈസ അപ്പൊ തന്നെ കൊണ്ടുവരികയാണെന്ന് പറഞ്ഞിട്ട് 1000 രൂപ കൊടുത്തു. ഇയാൾക്ക് വിശ്വാസമായി അല്ലേ? ആദ്യം നമ്മളൊന്ന് ചെക്ക് ചെയ്യും. ആദ്യം ഒരു 10 രൂപ കൊടുത്തു നോക്കും. കൃത്യമായി എത്തിച്ചാൽ പിന്നെ ഒരു 15 രൂപ, അങ്ങനെ അങ്ങോട്ട് പോകും. പിന്നെ ലക്ഷങ്ങൾ വാങ്ങിച്ചൊരു ഒറ്റ പോക. അപ്പൊ ആ രീതിയിൽ ഇയാള് 1000 രൂപ കൊണ്ട് കൊടുത്തു. ഇയാളെ നിന്ന് വാങ്ങിച്ചപ്പോ വിശ്വാസമായി.
പിന്നെ ആ മറ്റേ ഹാജർക്ക് കൊടുക്കാൻ പറഞ്ഞേക്കുന്ന അടുത്ത മാസം 1-ാം തീയതിയാണ്. 29-30 ആയപ്പോ ഈ ഹാജർക്ക് എന്ന് പറഞ്ഞു 1000 രൂപ കടം വേണമല്ലോ. എന്താ തരാമല്ലോ എന്ന് തരും. അടുത്ത മാസം നമ്മൾ കൃത്യമായി കഴിഞ്ഞ പ്രാവശ്യം തന്നണക്കെന്ന് തരും. അപ്പൊ അവിടുന്ന് വീണ്ടും കൊടുത്തു. ഈ പൈസ വാങ്ങിച്ചില്ല, ഹാജർക്ക് കൊണ്ട് കൊടുത്തു. അങ്ങനെ ഓരോ മാസം ആകുമ്പോ അവിടുന്ന് വാങ്ങിച്ച് ഇവിടെ കൊടുക്കുക, ഇവിടുന്ന് വാങ്ങിച്ച് അവിടെ കൊടുക്കുക. കുറെ ആയപ്പം ഇതിപ്പോ വലിയ പാടാണല്ലോ, മടിയനല്ലേ ആള്. രാവിലെ എഴുന്നേറ്റ് പോകണം, 30-ാം തീയതി ആകുമ്പോൾ അങ്ങോട്ട് പോകണം, പിന്നെ 2 കിലോമീറ്റർ ചാടി അങ്ങോട്ട് പോകണം. അങ്ങനെ ഈ 2 ഹാജിയക്കന്മാരെയും ജംഗ്ഷനിൽ വെച്ച് കണ്ടു. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. എന്തുണ്ട്? സുഖം തന്നെ. ഇപ്പുറത്തെ പിന്നെ 2 പേരെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാം. ഈ 30-ാം തീയതി ആകുമ്പോൾ അങ്ങോട്ട് വന്ന് 1000 വാങ്ങിച്ച് ഇവിടെ കൊടുക്കാനും, പിന്നെ അടുത്ത 30-ന് ഇവിടെ വന്ന് 1000 വാങ്ങിച്ച് ഇവിടെ കൊടുക്കാനും എനിക്ക് പറ്റത്തില്ല. എനിക്ക് സമയമില്ല, എനിക്ക് ഉറങ്ങണം. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം 30-ാം തീയതി ആകുമ്പോൾ നിങ്ങൾ പോയി അങ്ങ് കൊടുക്കണം. ഈ ഹാജര് പോയി ആ ഹാജരെ വീട്ടിൽ കൊടുക്കണം. അടുത്ത 30-ാം തീയതി ആകുമ്പോൾ ഈ ഹാജര് പോയി ആ ഹാജര്. എനിക്ക് അതുപോലും ചെയ്യാൻ പറ്റാത്ത മടിയന്മാരാണ്. അങ്ങനെ വാങ്ങിച്ചാ കൊടുക്കാത്ത ആളുകൾ. അത് പാടില്ല. കാരണം നിന്റെ ഒരു ആവശ്യത്തിന്റെ സമയത്ത് നീ ചെന്ന് ചോദിച്ചപ്പോഴാണ് അവന് വിഷമമുണ്ട്, പ്രയാസമുണ്ട്, അവന് കുടുംബമുണ്ട്, അവന് ഗോത്രമുണ്ട്. അവന്റെ ആവശ്യത്തെക്കാളും നിന്റെ ആവശ്യത്തിന് മുൻതൂക്കം കൊടുത്ത് നിന്റെ വിഷമം കണ്ടപ്പോൾ, നിന്റെ നിറയുന്ന കണ്ണുകൾ കണ്ടപ്പോൾ, നിന്റെ പൊട്ടിപ്പോറായ ഹൃദയത്തിന്റെ വേദന കണ്ടപ്പോൾ, നൊമ്പരങ്ങൾ കണ്ടപ്പോൾ, അവന്റെ ആവശ്യവും അവന്റെ കുടുംബത്തിന്റെ ആവശ്യവും മാറ്റിവെച്ചുകൊണ്ട് നിനക്ക് പൈസ തന്നിട്ട് ആ പൈസ വാങ്ങിയിട്ട് നീ മുങ്ങിക്കളയുന്നൊരു സ്വഭാവം നമ്മുടെ നാട്ടിലുണ്ട്. അത് ഒരിക്കലും പാടില്ല. കൊടുക്കാൻ പറഞ്ഞ ഡേറ്റായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കൊടുത്തു വീട്ടുക. 5-ാമതായി മഹാന്മാര് പറയുന്നു, നമ്മുടെ വിഷയം അവിടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു പെണ്ണ് പ്രായപൂർത്തിയായാൽ, ഒരു പെണ്ണ് പുഷ്പിണിയാകാനുള്ള സമയമാണെന്ന് മാതാപിതാക്കൾക്ക് ബോധ്യമായാൽ, ഒരു പുരുഷനെ സ്വീകരിച്ചുകൊണ്ട് ദാമ്പത്യത്തിന്റെ ജീവിതത്തിലേക്ക് കടക്കാൻ എന്റെ പൊന്നുമോള് ബാധ്യതയുണ്ട്, അവൾക്ക് കഴിവുണ്ട് എന്നൊരു മാതാപിതാക്കൾക്ക് ബോധ്യമായാൽ അവളെ കല്യാണം കഴിച്ചയച്ചു കൊടുക്കുക. അവളെ പിന്നെ വീട്ടിൽ വെറുതെ നിർത്തണ്ട. ആധുനികതയുടെ അകത്തളങ്ങളിൽ, അഴുക്കുകളിൽ പെട്ടുപോകുന്ന ക്യാമ്പസുകളിൽ നടക്കുന്ന വൃത്തികേട് എന്താ എന്റെ പ്രിയപ്പെട്ടവരെ? നമ്മുടെ പെൺമക്കൾ കോളേജിൽ പോയിട്ട് തിരിച്ചു വരുന്ന രൂപം എങ്ങനെയാ? അവര് പോയിട്ട് അവരുടെ അഭിമാനം നഷ്ടപ്പെട്ടാണോ വരുന്നത്? ഈ അടുത്ത് കോഴിക്കോട് ജില്ലയിൽ പന്തീരങ്കാവെന്ന് പറയുന്ന സ്ഥലത്ത് വയല് പറയാൻ പോയപ്പോൾ, പേരാമ്പ്രയ്ക്കടുത്ത് വയല് പറയാൻ പോകുന്ന സമയത്ത് അവിടെയുള്ളൊരു സഹോദരൻ വന്നു പറഞ്ഞു, പ്രിയപ്പെട്ട ഉസ്താദേ, ഇവിടെയാണ് പേരാമ്പ്ര സ്കൂൾ അടുത്തുള്ളത്, അവിടെയാണ് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത്, അവിടെയുള്ള കുട്ടികളെയാണ് കൂട്ടുകാർ മാനഭംഗപ്പെടുത്തിയത്. പ്രേമത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മക്കളെ കൊണ്ടുപോയി കാട്ടിലും വീട്ടിലും ഇരുട്ടിന്റെ മറയത്തും വെച്ചവരുടെ അഭിമാനം മുഴുക്ക നഷ്ടപ്പെട്ട് പ്രേമം പറഞ്ഞപ്പോ അവൻ നിന്ന് ചിരിച്ചു കാണിച്ചപ്പോ അവന്റെ മൊബൈലിൽ നിന്ന് നിന്റെ മൊബൈലിലേക്ക് അവന്റെ ചിരിക്കുന്ന ഫോട്ടോ അയച്ചു തന്നപ്പോൾ വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ പൊന്നാര മക്കൾക്ക് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത മൊബൈൽ ഉണ്ടല്ലോ, നിങ്ങളുടെ പൊന്നാര മക്കൾക്ക് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, അന്തരീക്ഷത്തിൽ നിന്ന് അരിച്ചിറങ്ങി വരുന്നത് പോലെ ആ മൊബൈലിലേക്ക്, ആ കമ്പ്യൂട്ടറിലേക്ക് വൃത്തികെട്ട ചിത്രങ്ങൾ പാസ് ചെയ്ത് ഉറങ്ങാൻ കിടക്കുമ്പോഴും അവൻ കിന്നരിക്കുന്നത് അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരനോടാ. ഉറങ്ങാൻ കിടക്കുമ്പോഴും അതാ ഗുഡ് നൈറ്റ് പറയുന്നത് നിങ്ങൾ അറിയാതെ അവൾ ഏതോ മായാലോകത്താ. അതുകൊണ്ട് ആത്മീയമായി പഠിപ്പിക്കാതെ, ആത്മീയമായി അവരെ ശ്രദ്ധിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ഒരു കഷ്ണം പേപ്പർ എടുത്ത് വെച്ച് ഞാൻ മരിക്കാൻ പോവുകയാണ് ഉപ്പ ഉമ്മ എന്ന് പറഞ്ഞ് ഖബറിൽ എന്നെ ശിക്ഷിക്കാൻ പാടില്ല, ഖബറിൽ എനിക്ക് വേണ്ടി ദുആ ഇറക്കണമെന്ന് വസിയത്ത് ചെയ്തിട്ട് ആ പേരാമ്പ്ര ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു പൊന്നുമോള് മരണത്തിന് കീഴടങ്ങിയപ്പോൾ ആ ആത്മഹത്യാക്കുറിപ്പ് ഇന്നുള്ള എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തപ്പോൾ ദുആ ചെയ്യണമെന്ന വസിയത്ത് ആ പെൺകുട്ടി എഴുതിയത് അറബിയിലാണ് എഴുതിയത്. ദുആ ചെയ്യണം, ഞാൻ മരിക്കാൻ പോവുകയാണ്, എന്റെ അഭിമാനം മുഴുക്കെ പോയി, എന്റെ ഉപ്പയോട് ഞാൻ എന്ത് പറയും, ഉമ്മയോട് എന്ത് പറയും, എന്റെ നാട്ടുകാരോട് എന്ത് പറയും, അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണ്, ദുആ ചെയ്യണം എന്ന് ആ പ്രാർത്ഥിക്കണമെന്ന ആ അറബി പദം എഴുതിയത്. അറബിയിലാണെങ്കിൽ
എന്റെ പ്രിയപ്പെട്ടവരെ, മദ്രസയിൽ പോകുന്ന കുഞ്ഞാ, മദ്രസയിൽ പഠിപ്പിച്ച മോളാ, 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ഉപ്പാടെ പ്രിയപ്പെട്ട മോളാ, പർദ്ദയിട്ട് നടക്കുന്ന ഉമ്മാടെ പ്രിയപ്പെട്ട മോളാ, ആ ഉമ്മയുടെ മുഖം അന്യരാരും കണ്ടിട്ടില്ല, ആ ഉമ്മ കൂടുതൽ സംസാരിച്ചത് അടുത്തുള്ള ആരും കേട്ടിട്ടില്ല. അത്രയ്ക്കും സ്നേഹത്തോടെ ഇസ്ലാമിക വാഗ്ഞയോടെ കുടുംബ സാഹചര്യങ്ങളിലൂടെ വളർത്തിയ പൊന്നുമോള് അതാ മൊബൈലിലൂടെയോ ഫോണിലൂടെയോ മറ്റേതെങ്കിലും വഴിയിലൂടെ അതാ ചെറുപ്പക്കാരന്റെ പിന്നാലെ പോയി നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഉപ്പ ഉമ്മമാരും ഉണ്ടാക്കിയെടുത്ത അഭിമാനമുണ്ടല്ലോ, ഓരോരുത്തർക്കും അഭിമാനമുണ്ടല്ലോ. നമുക്ക് ഭക്ഷണം കഴിച്ചില്ലേലും അഭിമാനം ഉണ്ടാകണം, നമുക്ക് ആരോഗ്യമില്ലെങ്കിലും അഭിമാനമുണ്ടാകണം, നാം രോഗിയായി ആശുപത്രി കഴിഞ്ഞാലും നമുക്ക് അഭിമാനമുണ്ടാകണം. അഭിമാനം നഷ്ടപ്പെടാൻ ആർക്കും ഇഷ്ടമല്ല. എന്ത് വില കൊടുത്തും അഭിമാനം സംരക്ഷിക്കുന്ന സമൂഹത്തിന്റെ ഇടയിൽ നമ്മൾ വളർത്തുന്ന പൊന്നുമോള് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ്ഐയുടെ മുമ്പിൽ വാപ്പ വിളിപ്പിച്ചിട്ട് ഉമ്മയെ വിളിപ്പിച്ചിട്ട് നീ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ പോണെന്ന് പറയുമ്പോ എനിക്ക് സുരേഷിന്റെ കൂടെ പോയാ മതി, എനിക്ക് ജബ്ബാറിന്റെ കൂടെ പോയാ മതി എന്ന് പറഞ്ഞ് നമ്മളതാ തലയിൽ വെച്ചാൽ പേനരിക്കും, തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ് സർവ്വതും വാങ്ങിച്ചു കൊടുത്ത പൊന്നുമോളുണ്ടല്ലോ. പെരുന്നാളിന്റെ തലയിന്ന് ടെക്സ്റ്റൈൽസിൽ കൊണ്ടുപോയി തോന്നിയ കണക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത ആ പ്രിയപ്പെട്ട മോളുണ്ടല്ലോ. അവൾ ഓരോ സിനിമയിലെ ചുരിദാറിന്റെ പേര് പറഞ്ഞ്, സീരിയലിന്റെ പേര് പറഞ്ഞ്, അതിൽ അതാ നടിമാര് ധരിച്ച വസ്ത്രത്തിന്റെ പേര് പറഞ്ഞപ്പോ പൊന്നുമോളുടെ സന്തോഷത്തിന് വേണ്ടി വാങ്ങിച്ചു കൊടുത്ത ആ വസ്ത്രങ്ങളുണ്ടല്ലോ, അവളുടെ അവറത്ത് വെളിവായി കാണുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ, ഉള്ള അവരടുത്ത് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ, ശരീരത്തിന്റെ വടിവ് കാണുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ, നിങ്ങൾ അധ്വാനിച്ചു കൊണ്ടുവന്ന പൈസയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് അന്യപുരുഷന്മാരെ തന്നിലേക്ക് വശീകരിച്ച് അവൻ അവിടെ കാണാൻ നിന്ന് ചിരിക്കുകയോ വിളിക്കുകയോ ചെയ്തപ്പോ അവന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ കോടതി മുറിയിൽ എത്ര ഉപ്പമാരാണ് തലകറങ്ങി വീണത്, എത്ര ഉമ്മമാരാണ് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതെ നാണക്കേട് കൊണ്ട് പോയി വീട്ടിലിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട രക്ഷിതാക്കള്, അടുത്ത 18-ാം തീയതി ചാവക്കാടാണ് സാധുവിന്റെ പ്രഭാഷണം. അവിടെ സംവിധാനം ചെയ്യുന്ന ഒരാള് വിളിച്ചിട്ട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ, ഏറ്റവും കൂടുതൽ വഴി നടക്കുന്ന പ്രദേശമാണ് ചാവക്കാട്. തലയിൽ മുണ്ടിട്ടുകൊണ്ട് പ്രസംഗിക്കുന്ന എത്ര തലയിൽ ഷാളിട്ടുകൊണ്ട് പ്രസംഗിക്കുന്ന എത്ര പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ അവിടെ മുക്കിനും മൂലയിലും നടക്കുന്നു. പക്ഷേ ഒരൊറ്റ പെണ്ണുപോലും തലയിൽ മുണ്ടിടുന്നില്ല. അവരുടെ തലയിൽ നിന്ന് സ്ക്രാഫ് ഒഴുകി താഴേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് സീരിയൽ കാണുന്ന പെണ്ണിന്റെ ഇടത് കൈയിൽ ഖുർആനാണ്, വലത് കൈയിൽ ഇരിക്കുന്നത് റിമോട്ട് കൺട്രോളാണ്. 7 മണി മുതൽ 10 മണി വരെ സീരിയലിന്റെ പ്രളയങ്ങളാണ്. അവര് ക്ലാസ്സിന് വരുന്നുണ്ട്, വയല് കേൾക്കാൻ വരുന്നുണ്ട്, പക്ഷേ അവർക്ക് യാതൊരു ബോധവുമില്ല, ആത്മീയമായ ചിന്തകളില്ല. ഉള്ള ആത്മീയത നഷ്ടപ്പെട്ടു പോകുന്ന വാളിന്റെ മജ്‌ലിസുകളായി അതപ്പതിച്ചു പോകുന്ന കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു വാള് കഴിഞ്ഞ് നീ വീട്ടിൽ പോകുമ്പോൾ നിനക്ക് എന്താണ് അതിൽ നിന്നൊരു മസല കിട്ടിയത്? എന്താണ് ഹബീബിനെ അഡ്രസ് ചെയ്യാൻ, നിന്റെ ഹൃദയത്തിൽ ഹബീബിലെ വരാൻ എന്ത് ചരിത്രമാണ് നിനക്ക് അവിടുന്ന് കിട്ടിയത്? എന്ത് പാഠമാണ് നീ ആ വാളിന്റെ സദസ്സിൽ നിന്ന് കിട്ടിയത്? തന്റെ മക്കൾക്ക് അഡ്രസ് ചെയ്യാൻ എന്ത് ഇസ്ലാമിക സ്വഭാവമാണ് ഓ ഉപ്പ ഉമ്മ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത്? LKG UKG പാസ്സാകുമ്പോൾ, 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ, +1 +2 നല്ല മാർക്ക് വാങ്ങുമ്പോൾ നിങ്ങൾ സമ്മാനിക്കുന്ന മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, നിങ്ങൾ സമ്മാനിക്കുന്ന പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, നിങ്ങളുടെ കുടുംബത്തിൽ ഉപ്പ ഉമ്മമാരുണ്ടാക്കിയെടുത്ത ആത്മാഭിമാനങ്ങൾ മുഴുക്കെ നശിപ്പിക്കാനുള്ള ആയുധമാണ്. അതുകൊണ്ട് മക്കളെ വളർത്തുന്ന പ്രിയപ്പെട്ട ഉപ്പ,
എനിക്കും ഒരു മകളുണ്ട്, 8 വയസ്സായ മകള്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് ഉപകാരമുള്ളവരാക്കണേ അല്ലാ. കവലകളിൽ നിന്നുകൊണ്ട് അവരെ പിറകെ കൂടുന്ന കാക്കക്കഴുകന്മാർ, വികാരജീവികൾ അവരെ ബുദ്ധിമുട്ടാക്കുന്നതിൽ നിന്ന്, അവരുടെ ആത്മാഭിമാനം നടുറോഡിൽ പിച്ച് ചീന്തതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. അവർക്കൊരു ഭർത്താവുമായുള്ള ജീവിക്കാനുള്ള പക്വതയെത്തിയാൽ, ഒരു പുഷ്പിണിയാകാനുള്ള പക്വതയെത്തിയാൽ, പെട്ടെന്ന് തന്നെ ഒരു നല്ല പുതിയാപ്പിളെ കണ്ടുപിടിച്ച് നീ അവളെ വിവാഹം കഴിച്ചയച്ചു കൊടുക്കുക. പെണ്ണിന്റെ വലിയിന്റെ മേൽ ഉള്ള കടമകൾ എന്തൊക്കെയാണ്? വഅലൽ വലിയിൽ മർഅതി അൻ യഖ്താറ ലഹാ റജുലൻ ദയ്യിനൻ ലഹു ദീനുൻ. നടപടിക്രമങ്ങൾ നല്ലതായിട്ടുള്ള ഒരു ദീനുള്ള പയ്യനെ കണ്ടെത്തുക. ഒരു ഉപ്പ ഒരു മകളെ കെട്ടിക്കാൻ നേരത്ത്, വിവാഹം കഴിച്ചയക്കാൻ നേരത്ത് ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? അൻ യഖ്താറ ലഹാ റജുലൻ, നീ ഒരു പുരുഷനെ, ഒരു പുതിയാപ്പിളയെ തിരഞ്ഞെടുക്കണം. ആ പുതിയാപ്പിളയുടെ വിശേഷണം എന്താണ്? ദയ്യിനൻ ലഹു ദീനുൻ, നടപടിക്രമങ്ങൾ നല്ലതായിട്ടുള്ള നല്ല ദീനുള്ളൊരു പയ്യനെ നീ തിരഞ്ഞെടുക്കണം. വശറഫുൻ വനസബുൻ, അവന് ശ്രേഷ്ഠതയും കുടുംബവും ഉണ്ടായിരിക്കണം. ലാ ലാലിമൻ വലാ ഫാസിഖാ, അവൻ ദുൽമ ചെയ്യുന്നവനാകാൻ പാടില്ല, അവൻ അക്രമം ചെയ്യുന്നവനാകാൻ പാടില്ല. ഏറ്റവും വലിയ അക്രമം ഏതാണെന്നറിയുമോ? അല്ലാഹു തന്ന ആരോഗ്യം സ്വീകരിച്ച്, അല്ലാഹു തന്ന ഭക്ഷണം സ്വീകരിച്ച്, അല്ല തന്ന ഭക്ഷണം സ്വീകരിച്ച്, അല്ല തന്ന സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട്, അവൻ തന്ന കഴിവുകളെല്ലാം നേടിയെടുത്ത് സുബഹിക്ക് വാങ്ക് വിളിക്കുമ്പോ വീട്ടിൽ കിടന്നുറങ്ങുന്നവൻ അക്രമിയാണ്. നിസ്കാരമില്ലാത്തവൻ അക്രമിയാണ്. എന്റെ പ്രിയപ്പെട്ട മകൾക്ക് പുതിയാപ്പിളയായി വരുന്നത് അല്ലാഹുവിന്റെ മുമ്പിൽ അടിമത്തത്തിന്റെ ബോധം ഓർമ്മപ്പെടുത്തുന്ന അവനായിരിക്കണം, ആ ചെറുപ്പക്കാരനായിരിക്കണം, അവൻ നിസ്കരിക്കുന്നവനായിരിക്കണം. മാത്രമല്ല വലാ ഫാസിഖാ, ഹബീബിന്റെ തിരുസുന്നത്തിന് എതിരായി പ്രവർത്തിക്കുന്നവനാകാൻ പാടില്ല. നിങ്ങൾ കണ്ടില്ലേ, വിദേഹത്തുകാരെ കെട്ടിച്ചു കൊടുക്കുന്ന ആളുണ്ട്. എന്താണ് അവന്റെ ക്വാളിഫിക്കേഷൻ അറിയുമോ? അവൻ ഒരുപാട് പണമുണ്ട്, ഗൾഫിൽ ഒരുപാട് ബിസിനസ് ഉണ്ട്, അവൻ സ്വസ്ഥമായി ജീവിക്കുമെന്നാണ് നിന്റെ വിചാരമെങ്കിൽ, ആ കെട്ടുന്നതിന്റെ അന്ന് തന്നെ അവൻ മരിച്ചുപോയാൽ ആ പണം പിന്നെ എന്തു ചെയ്യും പൊന്നുമോനെ? അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന, അവിടുത്തെ ആധാറുകളെ ബഹുമാനിക്കുന്ന, അവിടുത്തെ തിരുസുന്നത്തുകൾക്ക് സ്ഥാനം കൊടുക്കുന്ന നല്ല മുസ്ലിമിനെ, നിസ്കാരമുള്ള മുസ്ലിമിനെ, എല്ലാവരോടും ചിരിക്കുന്ന മുസ്ലിമിനെ, എല്ലാവരോടും സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, ചെറുപ്പക്കാരാ, വിവാഹം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, വിവാഹത്തിന്റെ ആ തലേ ദിവസം മുതൽ നീ പെണ്ണിന്റെ വീട്ടിൽ പോകുന്നൊരു ചടങ്ങ്, അതാ ഒരു ബിദ്അത്ത്, ഒരു നശിച്ച ബിദ്അത്ത് നമ്മുടെ നാടുകളിൽ കാണുന്നുണ്ട്. കല്യാണത്തലേന്ന് ആ പെണ്ണിന്റെ വീട്ടിൽ പോവുക, ആ വീട്ടിൽ പോയി ആ പെണ്ണിനെ കാണുക. നിനക്ക് കാണൽ ഹറാമാണ്. ആ പെണ്ണിന്റെ വലിയ അതിന്റെ പിതാവ് നിന്റെ കൈപിടിച്ച് ഏൽപ്പിച്ചു തരുന്നത് വരെ ആ ഉപ്പ നിന്റെ അതാ നിക്കാഹിന്റെ സമയത്ത് പറയുന്നു, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആലാ ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. അല്ലാഹു പറഞ്ഞതനുസരിച്ചാണ് മോനെ നിനക്ക് ഞാൻ കെട്ടിച്ചു തരുന്നത്. മിൻ ഇംസാകിൻ ബിമഅറൂഫ്, മാന്യമായി ജീവിക്കുക. ഔ തസ്രീഹിൻ ബിഇഹ്സാൻ, മാന്യമായി ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവളെ മാന്യമായി നീ പറഞ്ഞയക്കുക. നീ മാനസികമായി പീഡിപ്പിക്കാൻ പാടില്ല, ശാരീരികമായി ആക്രമിക്കാൻ പാടില്ല. ഒത്തൊരുമയോടെ ഒരു ഇണക്കിളിയെ പോലെ നിനക്ക് ജീവിച്ച് മരിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നല്ലതുപോലെ നീ പോറ്റുക. നിനക്ക് പറ്റുന്നില്ല എന്ന് കണ്ടാൽ ബാധ്യതകൾ തീർത്തിട്ട് നീ അവളെ വിട്ടേക്കുക. ഇത് പറഞ്ഞിട്ടാണ് നമുക്ക് നമ്മുടെ ഭാര്യയെ, ആ ഭാര്യന്റെ വാപ്പ അല്ലെങ്കിൽ വലിയ നമുക്ക് തന്നത്.
ഇത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇതാർക്കും ഓർമ്മയില്ല. ബിന്ദി എന്നൊക്കെ പറയുമ്പോ എന്നൊക്കെ പറയുമ്പോ കുറെ ഹാ ഇങ്ങനെ വിടുന്നല്ലാതെ അറബി കെലിമത്ത് ഉച്ചരിക്കാൻ പോലും നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇപ്പൊ കഴിയില്ല. എന്നാൽ ഏതെങ്കിലും കല്യാണത്തിനൊക്കെ പോകുമ്പോ ചെമ്പിന്റെ ആ ഭാഗത്ത് കൂടാതെ ആണുങ്ങളെ പോലെ നിക്കാഹിന്റെ സദസ്സിലൊക്കെ പോയി നേരത്തെ ഇരുന്ന് നോക്കണം, എന്താ ഈ പറയുന്നത്. ഇതൊന്നും ഇല്ലാതെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് അവന്റെ കല്യാണ തലേന്നാകുമ്പോ ഉസ്താദെ എന്താ പറഞ്ഞിരുന്നത് ഒന്ന് പറഞ്ഞ് പേപ്പറിലൊന്ന് എഴുതിത്തരാവോ, അത് പറയാനാ. അല്ലെങ്കിൽ അവിടെ ആൾക്കാരെ മുമ്പ് നമ്മൾ വഷളായി പോകും. ചില ആളുകളുണ്ട് കല്യാണം മുടക്കികളായിട്ടുള്ള ആളുകൾ. ചില ആൾക്കാരുടെ സ്വഭാവം ഈ ചെറുപ്പൊക്കെ ഈ നാട്ടിലെ ചില നാട്ടിലൊക്കെ പോകുമ്പോ ഫ്ലെക്സ് ഇങ്ങനെ കാണും. എന്താ ഇവിടെ കുറെ ആളുകളുണ്ട്, കവലയെ വന്ന് അന്വേഷിക്കും നമ്മുടെ അവക്കറാക്കട മോനെങ്ങനുണ്ട് പോലെ. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ വേറെ ഏതെങ്കിലും കാട്ടിക്കൊണ്ടാക്കുക, എന്നാൽ അവക്കറാക്കട മോനെ കൊടുക്കരുത്. അങ്ങനെ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വെടായിടുന്ന ആൾക്കാർ ഈ നാട്ടിലില്ല, വേറെ നാട്ടിലാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ ഉണ്ട്. ഫ്ലെക്സ് ഞാൻ കണ്ടതാ, പത്രത്തിൽ വാർത്ത വന്നത് നമ്മൾ വായിച്ചതാ. എന്താ അവരുടെ പരിപാടി? കല്യാണം മുടക്കി കളയും. അങ്ങനെ ഒരാള് അന്വേഷിച്ചു വന്നപ്പോ ഉസ്താദിനോട് വന്ന് പറഞ്ഞു, ഉസ്താദ് നാളെ എന്നെ കാണാൻ വേണ്ടി ആളുകളൊക്കെ വരും, എന്താ ഇപ്പൊ ചെയ്യാ? നീ പെട്ടെന്ന് നിസ്കാരമൊക്കെ തുടങ്ങണം. നീ നിസ്കാരക്കാരനല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ പെണ്ണിന്റെ വാപ്പാങ്ങൾ തിരിച്ചു പോകും. അതുകൊണ്ട് ഇനിയെങ്കിലും നീ ഈ ദുൽമൊക്കെ മാറ്റി നിസ്കാരമൊക്കെ തുടങ്ങണമെന്നൊക്കെ പറഞ്ഞ് ഉസ്താദ് അവനെ ഉപദേശിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരും. അടുത്ത ആഴ്ചയാണ് ആളുകൾ വരുന്നെങ്കിൽ ഇവൻ നിസ്കാരത്തിനൊക്കെ ഇങ്ങനെ വരും, റാഹത്തായി നിൽക്കും, പള്ളിയിലൊക്കെ ഉസ്താദ് വിടും. അപ്പൊ ഈ ആളുകൾ നേരെ വന്ന് ജമാഅത്തിലാണ് വരുന്നത്. എന്നിട്ട് ഉസ്താദിനോട് ചോദിച്ചു, നമ്മുടെ അവക്കറാക്കണ മോനെങ്ങനുണ്ട്? അപ്പൊ ഉസ്താദ് പറയും, അവൻ നിസ്കരിക്കാൻ വരുന്ന ആളാണ്, അല്ലെങ്കിൽ അവൻ നിസ്കരിക്കാൻ വരുന്നില്ല എന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടും. ഏതായിരുന്നാലും ഈ കല്യാണം മുടക്കിയായിട്ടുള്ള ഒരാളുണ്ട്. അയാള് ഈ ചെറുപ്പക്കാരന്റെ കല്യാണം മുടക്കാൻ വേണ്ടി ഇങ്ങനെ പറയാൻ നടക്കുക. അങ്ങനെ ഒന്നും നടത്തിയിട്ടും വിജയിച്ചില്ല. അങ്ങനെ ഇവന്റെ കല്യാണം നടത്താൻ തന്നെ തീരുമാനിച്ച് ഈ പെണ്ണിന്റെ വാപ്പ വന്നപ്പോ ഈ ചെറുപ്പക്കാരൻ അതിന്റെ ഒരാഴ്ചക്ക് മുമ്പ് പള്ളിയിലൊക്കെ വരാൻ തുടങ്ങി. അസർ നിസ്കാരത്തിന് പള്ളിയിലേക്ക് വന്നപ്പോ നിസ്കാരത്തിന്റെ ജമാഅത്ത് കഴിഞ്ഞു. ജമാഅത്തിന് ഒരുവൻ നിസ്കരിക്കാൻ അറിയാത്തവനും കൂടെ നിന്ന് കഴിഞ്ഞാൽ ആ ആളുകളൊക്കെ ചെയ്യുന്ന കണക്ക് ചെയ്ത് അങ്ങ് പോവാം. ജമാഅത്ത് കഴിഞ്ഞപ്പോ പിന്നെ ഇനിയിപ്പോ എങ്ങനെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നത്? അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇവൻ ബാക്കി പോയി കൈയ്യട്ടി ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ വേണ്ടി കൈയ്യട്ടിയപ്പോ ഇവനെ അന്വേഷിച്ച് വന്ന ആളുകളുണ്ടല്ലോ, അവരെല്ലാം കാറി വന്നിറങ്ങി പള്ളിയിലോട്ട് കയറി. അപ്പൊ കല്യാണം മുടക്കുന്ന ആള് കൃത്യമായി അവിടെ നോക്കിയപ്പോൾ അവര് പറഞ്ഞ്, നമുക്ക് നിസ്കരിക്കാൻ ഒരു ഇമാമുണ്ട്, ആ ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ, നമുക്ക് ബാക്കിൽ പോയി തോണ്ടാം എന്ന് പറഞ്ഞ് ഇയാള് പോയി ഈ വന്ന ചെറുക്കനെ പെണ്ണിന്റെ വലിയ ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് ബാക്കിൽ തോണ്ടിയപ്പോ എന്തോ പന്തികേട് ഇവന് മനസ്സിലായി. ആരൊക്കെയോ എന്റെ ബാക്കിലുണ്ട് എന്നൊരു ഒരാഴ്ചക്ക് മുമ്പ് നിസ്കാരം തുടങ്ങി ഇവന് മനസ്സിലായപ്പോൾ അവൻ സുജൂദിലേക്ക് കൊണ്ടിട്ട് എല്ലാരും സുജൂദി കിടക്കുക. അപ്പോഴാണ് മുങ്ങാൻ പറ്റിയ സമയം. ആരും ഇപ്പൊ കാണുന്നില്ലല്ലോ. പണ്ടൊരു മോദിന് ശമ്പളക്കുറവാണ്, പള്ളിയിലെ മോദിന് ശമ്പളക്കുറവാണ്. എത്ര പറഞ്ഞിട്ടും കമ്മിറ്റിക്കാർ കൂട്ടുന്നില്ല. അന്നാ കാണിച്ചു തരാടാ, നീയൊക്കെ വാന്ന് പറഞ്ഞു. അങ്ങനെ ഇശാഇന് വന്നപ്പോ രണ്ടാമത്തെ റക്അത്തിൽ കൊണ്ട് സുജൂദിലിട്ടിട്ട് മോദിനെ എഴുന്നേറ്റ് അപ്പുറത്തൂടെ അങ്ങ് പോയി. എല്ലാരും അവിടെ കിടക്കുക. കുറെ കഴിഞ്ഞപ്പോ ഒരാൾ എഴുന്നേറ്റ് നോക്കിയിട്ട് എഴുന്നേറ്റ് ഉസ്താദ് പോയി എന്ന് പറഞ്ഞതുപോലെ ഈ പയ്യൻ രണ്ടാമത്തെ സുജൂദിലായപ്പോ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒറ്റ ഓട്ടം. കാരണം സലാം വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ ദുആ ഇറക്കുമ്പോ പപ്പടിക്കും. അപ്പൊ ഈ പെണ്ണിന്റെ ആൾക്കാർ അറിയും. അപ്പൊ എന്റെ വിവരക്കേട് അവര് മനസ്സിലാക്കും. അതുകൊണ്ട് അതിനേക്കാളും നല്ലത് ഇപ്പോഴേ രക്ഷപ്പെടുന്നതാണ് മനസ്സിലായി. ഇയാൾ എന്ത് ചെയ്തു? നിസ്കാരത്തിൽ നിന്ന് പതുക്കെ സുജൂദിൽ കൊണ്ടിട്ടിട്ട് പതുക്കെ അങ്ങ് എഴുന്നേറ്റ് പോയി. കുറെ കഴിഞ്ഞപ്പോ ഈ മുടക്കാമെന്ന ആൾക്ക് മനസ്സിലായി അയാളുടെ ഉദ്ദേശം നടന്നു. ഇയാൾ പതുക്കെ നോക്കിയപ്പോ ഇമാമില്ല. അപ്പൊ കൈയൊട്ടിടേ എഴുന്നേര്, നമ്മുടെ പുതിയാപ്പിള പോയി, ഇനി നിങ്ങൾക്ക് വീട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞ് അവരെ പറ്റിച്ച് ആ ചെറുപ്പക്കാരനെ കുഴപ്പത്തിലാക്കി ഈ ആളുകളെ തിരിച്ചു വച്ച ആ ഒരു ചരിത്രം പറയുന്നത് പോലെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുക, അതുപോലെ തന്നെ നല്ല 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 പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന നല്ല ആളുകളെ നോക്കിയിട്ടാണ്, ദീനുള്ള ആളുകളെ നോക്കിയിട്ടാണ് നമ്മുടെ മക്കളെ പിടിച്ചു കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ മക്കളുടെ ഗർഭാശയത്തിൽ വളരേണ്ടത് ഈ നല്ല മനുഷ്യന്റെ രക്തത്തിൽ നിന്നുള്ള മക്കളാണ് എന്ന് മനസ്സിലാക്കി നാം അങ്ങനെയാണ് ചെയ്യേണ്ടത്. തുങ്കഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിഹസബിഹാ വലിജമാലിഹാ വലിദീനിഹാ
തുങ്കഹുൽ മർഅത്തു ഒരു പെണ്ണിനെ വിവാഹം ചെയ്യപ്പെടുന്നത് ലിഅർബഇൻ 4 കാര്യത്തിന് വേണ്ടിയാണ്. ലിമാലിഹാ അവളുടെ മുതൽ നോക്കിയിട്ട് വരുന്നവരുണ്ട്, വലി ഹസബിഹാ അവളുടെ കുലീനത നോക്കി വരുന്നവരുണ്ട്, വലി ജമാലിഹാ അവളുടെ ആരെയും കൊതിപ്പിക്കുന്ന സൗന്ദര്യം നോക്കി വരുന്നവരുണ്ട്, വലി ദീനിഹാ അവളുടെ ദീനീ ബോധം നോക്കി വരുന്നവരുണ്ട്. സൗന്ദര്യം കുറഞ്ഞാലും പ്രശ്നമില്ല, കുലീനത കുറഞ്ഞാലും പ്രശ്നമില്ല. അവളുടെ സൗന്ദര്യമോ സമ്പത്തോ കുലീനതയോ കുറഞ്ഞാലും ഫദ്ഫർ ബിദാത്തിദ്ദീൻ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ അല്പം ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചുക. എന്റെ പ്രിയപ്പെട്ടവരെ, ചില പൊതുവായ മാനദണ്ഡങ്ങളുണ്ട്. ഈ പൊതുവായ മാനദണ്ഡങ്ങൾ നാം പാലിച്ചു കഴിഞ്ഞാൽ തലാഖ് ഉണ്ടാവുകയില്ല. എന്താണ് ആ മാനദണ്ഡങ്ങൾ? കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകൾക്ക്, ആണുങ്ങൾക്ക് ഉണ്ടാകേണ്ട ചില കാര്യങ്ങൾ, പെണ്ണുങ്ങളെക്കാളും കൂടുതൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ. അവന് വയസ്സ് കൂടുതലായിരിക്കണം, ആണിന് പെണ്ണിനേക്കാളും വയസ്സ് കൂടുതലായിരിക്കണം. അതുപോലെ തന്നെ ആണിന് പെണ്ണിനേക്കാളും മുതൽ കൂടുതലായിരിക്കണം. അതുപോലെ തന്നെ ആണിന് പെണ്ണിനേക്കാളും ഹസബ് കുലീനത കൂടുതലായിരിക്കണം. അതുപോലെ തന്നെ അവന് അവളെക്കാളും നീളം കൂടുതലായിരിക്കണം. ഈ 4 കാര്യങ്ങൾ പുരുഷന്മാരിൽ കൂടുതലുണ്ടെങ്കിൽ തലാഖ് ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി പെണ്ണുങ്ങളിൽ കൂടുതൽ ഉണ്ടാകേണ്ട ചില സ്വഭാവങ്ങളുണ്ട്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് ആണുങ്ങൾക്ക് അല്പം ദീൻ കുറഞ്ഞാലും നല്ല ദീനി വീട്ടിലെ നല്ല ദീനി സാഹചര്യമുള്ള മക്കളെ വിവാഹം കഴിക്കുക. സ്ത്രീകൾക്ക് പുരുഷനേക്കാളും കൂടുതൽ ഉണ്ടാകേണ്ട സ്വഭാവങ്ങൾ ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം കൂടുതലുണ്ടായിരിക്കണം. കാരണം സുബഹി നിസ്കാരത്തിന് വാങ്ക് വിളിക്കുമ്പോൾ നീ അല്പം കിടന്നുറങ്ങിപ്പോയാലും നിന്നെ വിളിച്ചുണർത്തുന്ന പെണ്ണായിരിക്കണം നിന്റെ പെണ്ണ്. സുബഹിസ്കാരത്തിന് നല്ല ഉറക്കം ഇങ്ങനെ വരുമ്പോ മച്ചാ എഴുന്നേക്ക്, പള്ളിയിൽ നിന്ന് വാങ്ങി വിളിച്ച് നിങ്ങൾ പള്ളിയിൽ പോ എന്ന് പറഞ്ഞ് നമ്മളെ സ്നേഹത്തോടെ വിളിച്ചു നിർത്തി അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പറഞ്ഞു വിടുന്നവളാണെങ്കിൽ എന്ത് സന്തോഷമാണ് ആ കുടുംബത്തിന്. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ക്ഷീണം കൊണ്ട് ജോലി കഴിഞ്ഞൊക്കെ ക്ഷീണം കൊണ്ട് ഏതെങ്കിലൊക്കെ ടെൻഷനിൽ നാം ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുമ്പോൾ സുബഹിക്ക് നമ്മളെക്കാളും മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ആ നിസ്കാര പായിലിരുന്ന് തന്റെ ഭർത്താവിന് വേണ്ടി കണ്ണീരൊഴുക്കി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ആ ഖളാ ആകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പോ വിളിച്ചുണർത്തിയിട്ട് മച്ചാ പ്രിയപ്പെട്ടവനെ നിങ്ങൾ പള്ളിയിലേക്ക് പോകൂ, അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കടങ്ങളൊക്കെ അല്ലാഹ് വീട്ടി തരും, നിങ്ങൾ അവിടെ പോയി നിസ്കരിച്ച് പ്രാർത്ഥിച്ചു എന്ന് നമ്മളെ ഉപദേശിച്ച് വിളിച്ചുണർത്തുന്ന ഒരു ഭാര്യയാണെങ്കിൽ ജീവിതത്തിന് എന്ത് സന്തോഷമാണ്. അപ്പൊ നമുക്കല്പം ദീൻ കുറഞ്ഞാലും നമ്മുടെ പെണ്ണിന് ദീൻ ഉണ്ടാകും. മാത്രമല്ല നമ്മളെക്കാളും അദബ് അവൾക്കുണ്ടാകണം, നമ്മളെക്കാളും അതബുണ്ടാകണം. നാം വരുമ്പോൾ എഴുന്നേൽക്കുന്ന, നാം നമ്മുടെ വാപ്പ വരുമ്പോൾ ബഹുമാനിക്കുന്ന, നമ്മുടെ ഉപ്പ വരുമ്പോൾ അവരെ ബഹുമാനിക്കുന്ന നല്ല ഭാര്യയായിരിക്കണം, അതബുള്ള പെണ്ണായിരിക്കണം. പള്ളിയിൽ നിന്ന് വാങ്ങു വിളിക്കുന്ന സമയത്ത് സർവ്വ സംസാരങ്ങളും നിർത്തി ആ വാങ്ങിന് മറുപടി കൊടുക്കുന്ന സ്വഭാവമുള്ള പെണ്ണായിരിക്കണം. തന്റെ മക്കൾ, തന്റെ ജനിച്ച മക്കൾക്ക് വേണ്ടി തൊട്ടിലിട്ട് ആട്ടുമ്പോൾ ഡിസ്കോ പാട്ടുകൾ പാടാത്ത, സിനിമാ പാട്ടുകൾ പാടാത്ത, സീരിയലിൽ ഏതെങ്കിലും നടിമാര് പാടിയ പാട്ടുകൾ പാടാത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ തൊട്ടിലിൽ പിടിച്ചുകൊണ്ട് നല്ല നല്ല പാട്ടുകൾ പാടുന്ന ആ കുഞ്ഞുമോൻ ആദ്യമായി കേൾക്കുന്നത് അല്ലാഹുവിനെ കുറിച്ചായിരിക്കണം. ആ കുഞ്ഞുമോൻ ആദ്യമായി പരിചയപ്പെടുന്നത് മദീനയുടെ ജേതാവ്, മക്കയുടെ നേതാവ്, മാലോകരുടെ ഹൃദയത്തിലെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പേരാണ് ആദ്യം കേൾക്കേണ്ടത്, ആ പേരാദ്യം പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ടവളാ. അതുകൊണ്ട് എനിക്കല്പം ദീൻ കുറഞ്ഞാലും നല്ല അതവുള്ള ദീനുള്ള വീട്ടിലെ പെണ്ണിനെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് എന്റെ ചെറുപ്പക്കാരാ നീ ആലോചിച്ചുറപ്പിച്ചോ.
അവളുടെ സൗന്ദര്യം അല്പം കുറഞ്ഞോട്ടെ, അവളുടെ വിദ്യാഭ്യാസം അല്പം കുറഞ്ഞോട്ടെ, അതൊന്നും നിനക്ക് ഉപകരിക്കൂല. സൗന്ദര്യം 2 ദിവസം കഴിയുമ്പോ നിനക്ക് മനസ്സിലാകും. അതേ വിദ്യാഭ്യാസത്തിന്റെ പവറും നിനക്ക് മനസ്സിലാകും. അതേ ദീനിന്റെ പവർ നിന്റെ മരണത്തിന്റെ സമയത്ത് നീ മരിച്ച് ഖബറിൽ കിടക്കുമ്പോൾ നിന്റെ മക്കളെ ആത്മീയമായി വളർത്തിയ ഒരു പെണ്ണാണെങ്കിൽ, നിന്റെ മക്കളെ മദ്രസയിൽ പറഞ്ഞു വിട്ടൊരു പെണ്ണാണെങ്കിൽ, ഫാത്തിഹ ഓതാൻ പഠിപ്പിച്ചൊരു പെണ്ണാണെങ്കിൽ, അതേ സ്കൂളിലെ ഹോംവർക്ക് ചെയ്യുന്നതിനേക്കാളും മദ്രസയിലെ പാഠങ്ങൾ ചൊല്ലി പഠിപ്പിക്കുന്ന സന്ധ്യാനേരങ്ങളിൽ സലാത്ത് ചൊല്ലാതെ നിനക്ക് അത്താഴമില്ല എന്ന് പറയുന്ന നിന്റെ പെണ്ണാണെങ്കിൽ, നീ മരിച്ച് ഖബറിൽ കിടക്കുമ്പോൾ നിന്റെ മക്കൾ നിനക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഭാര്യയാണത് പഠിപ്പിച്ചതെങ്കിൽ നിനക്കതല്ലേ ഉപകാരപ്പെടുന്നത് ചെറുപ്പക്കാരാ. അതുകൊണ്ട് ദീനുള്ള പെണ്ണാവുക. നമ്മളെക്കാളും സൂക്ഷ്മതയുള്ള പെണ്ണായിരിക്കണം, നമ്മളെക്കാളും സൂക്ഷ്മതയുള്ള പെണ്ണായിരിക്കണം. നമ്മക്കൽപ്പ സ്വല്പം സൂക്ഷ്മത കുറവാണെങ്കിലും സൂക്ഷിക്കാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പെണ്ണായിരിക്കണം നിന്റെ പെണ്ണ്. അങ്ങനെ ദീനീ ബോധമുള്ള, ചിട്ടയുള്ള, അതബുള്ള, സൂക്ഷ്മതയുള്ള പെണ്ണ് മാത്രമല്ല നിന്നെക്കാളും അല്പം സൗന്ദര്യമുള്ള പെണ്ണായിരിക്കണം. തീരെ സൗന്ദര്യം കുറഞ്ഞതിനെ, തീരെ സൗന്ദര്യം നീ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരോട് പറയുമ്പോൾ എന്റെ പെണ്ണിന് നല്ല സൗന്ദര്യമുണ്ട് എന്ന് ആരെങ്കിലും പറയുമ്പോൾ നീ വിഷമിക്കാൻ സാഹചര്യമുണ്ടാകാതെ നിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ സൗന്ദര്യമുള്ള പെണ്ണായിരിക്കണം. കൂട്ടത്തിലൊന്ന് പറയട്ടെ, 10 പേര് ഒരു പെണ്ണിനെ വന്ന് കണ്ടു, 11ാമന് ഇഷ്ടപ്പെട്ടു. 11ാമന് ഇഷ്ടപ്പെട്ടു. 10 പേരും പറഞ്ഞ കാര്യം സൗന്ദര്യം പോലെ. 11ാമൻ പറഞ്ഞു നല്ല സൗന്ദര്യം, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ തയ്യാർ. എന്താ അപ്പൊ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താ മോനെ? സൗന്ദര്യം ആപേക്ഷികമാണ്. എന്റെ കണ്ണിൽ ഒരു പൂവിന് സൗന്ദര്യമുണ്ടെങ്കിൽ നിന്റെ കണ്ണിൽ അത് സൗന്ദര്യമുണ്ടെന്ന് തോന്നുകയില്ല. അപ്പൊ നമ്മുടെ മനസ്സിന് ഇണങ്ങിയ സൗന്ദര്യമുള്ള പെണ്ണായിരിക്കണം. ഉള്ളതാണോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടിയാണ്, അറിയാൻ വേണ്ടിയാണ് ഹറാമാകുന്ന സമയത്ത് പോലും പെണ്ണ് കാണൽ അല്ലാഹു സുന്നത്താക്കി വെച്ചത്. നിനക്ക് കാണാൻ പാടില്ലാത്ത പെണ്ണായിരുന്നു, പക്ഷെ പെണ്ണ് കാണുന്നതിന് അന്ന് നിനക്കൊന്ന് കാണാം. എന്തിനാ? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എന്റെ ജീവിതത്തിലെ ഉന്നതമായ ആ ജീവിതത്തിന്റെ ചക്രമായി മാറേണ്ട, ഒരു വാഹനത്തിന്റെ 2 ചക്രങ്ങളിൽ ഒരു ചക്രമായി മാറേണ്ട എന്റെ പെണ്ണിന്റെ സൗന്ദര്യം അത് കല്യാണത്തിന് മുമ്പ് വ്യക്തമായി മനസ്സിലാക്കും. പണ്ട് കാലങ്ങളിൽ ഉപ്പമാര് ഉമ്മമാര് പറഞ്ഞേ എന്റെ മോളെ കൊണ്ട് നിന്റെ മോനെ ഞാൻ കെട്ടിച്ചേക്കാം, അവൻ ഗൾഫിൽ നീ പെട്ടെന്ന് വാ കല്യാണമൊക്കെ ഉറപ്പിച്ച്. ഇവൻ കണ്ടു കാണത്തില്ല, ഇവന്റെ മനസ്സിൽ പിടിക്കത്തില്ല. പക്ഷേ ഈ ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ വാപ്പമാര് കാരണവന്മാരങ്ങ് ഉറപ്പിച്ചിട്ട് ഇവൻ വരുമ്പോ വന്നതിന്റെ പിറ്റേന്ന് കല്യാണം കഴിച്ച് റൂമിലേക്ക് വരുമ്പോൾ ആദ്യ രാത്രി ഒരുപാട് സ്വപ്നങ്ങളുമായി വരുന്ന ആദ്യ രാത്രിയിലാണ് അവന്റെ ഭാര്യയെ കാണുന്നതെങ്കിൽ അവന് പിടിക്കാത്തൊരു സ്വഭാവത്തിന്റെ അല്ലെങ്കിൽ പിടിക്കാത്തൊരു സൗന്ദര്യമാണെങ്കിൽ അതിന്റെ പേരിൽ ഇന്നും നീറുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. എന്താ? ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുക, വാപ്പ പറഞ്ഞു ഡേ നീ ലീവൊക്കെ ആയിട്ട് ലീവ് എടുത്തിഞ്ഞു പോരെ, നിന്റെ കല്യാണം നാളെ. അതെന്താ വാപ്പ? അത് ഞങ്ങൾ പറഞ്ഞങ്ങ് ഉറപ്പിച്ചു. അങ്ങനെ അയാൾ വരികയാണ്, കല്യാണത്തിന്റെ മണ്ഡപത്തിലേക്ക് വരുന്നു. നിക്കാഹ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴാണ് അവന്റെ സ്വപ്നത്തിലെങ്ങും ഇല്ലാത്തൊരു പെണ്ണാണ്. പക്ഷേ നിക്കാഹ് കഴിഞ്ഞു പോയി, അന്ന് തലാഖില്ല. പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ആ തലാഖില്ലാളുണ്ട പ്രശ്നങ്ങൾ ഓർത്തിട്ട് അതാ ഇപ്പോഴും സഹിച്ച് ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ നമുക്കറിയാം. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, നീ പെണ്ണ് കെട്ടുന്നതിന് മുമ്പ്, ആലോചിക്കുന്നതിന് മുമ്പ്, ഉറപ്പിക്കുന്നതിന് മുമ്പ് അവളെ ഒരു നിമിഷം നീ ഒന്ന് കാണേണ്ടതുണ്ട്. പിന്നെ എങ്ങനെയാണ് നിന്റെ സ്നേഹത്തിന്റെ ഭാര്യയോടുള്ള സ്വഭാവം? ഇവിടെ എനിക്കൊരു ലെറ്റർ കിട്ടി, ഭാര്യ ഭർത്താ ബന്ധം ഗൗരവമായി പറഞ്ഞാലും ഇപ്പൊ ഒരു കുറിപ്പിട്ടതാണ്. അത് വരുന്നതേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടല്ലേ പിന്നെ ബന്ധം വരുന്നത്. അപ്പൊ കല്യാണം കഴിപ്പിക്കുന്ന അങ്ങനെ രണ്ടുപേരെ കണ്ട് നിക്കാഹിന്റെ കഴിഞ്ഞതേ ഉള്ളൂ, ഇനി അങ്ങോട്ടാണ് ബന്ധത്തിന്റെ കാര്യം പറയുന്നത്. അപ്പൊ ആദ്യമേ കയറി ബന്ധം പറഞ്ഞാൽ എങ്ങനെയാ? അപ്പോ ഇനി ഇൻഷാ അല്ലാഹ് അത് പറയാൻ പോകും. എങ്ങനെയാണ് ഒരു നല്ല ഭാര്യയാകേണ്ടത്, എങ്ങനെയാണ് ഒരുത്തന്റെ ഭാര്യ ഇനി മാറിയാൽ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മുസ്ലിം ഇമാം അവിടുത്തെ സുനനിൽ റിപ്പോർട്ട് ചെയ്യുന്നു, ഹദീസ് ഗ്രന്ഥത്തിലുള്ളതാണ്, അദ്ദുനിയാ കുല്ലുഹാ മത്താഅ്, ഈ ദുനിയാവെല്ലാം ആഡംബരമാണ്. വഖൈറു മത്താഇദ് ദുനിയാ അൽ മർഅത്തു സ്വാലിഹാ,
ഈ ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ ഏറ്റവും നല്ല ആഡംബരം ഏതാണെന്നറിയുമോ? ഏറ്റവും നല്ല ആഡംബരം നിന്റെ പ്രിയപ്പെട്ട പെണ്ണാണ്, സാലിഹായ പെണ്ണാണ്. അങ്ങനെ സാലിഹായ ഒരു പെണ്ണാണ് ഈ ദുനിയാവിന്റെ സുഖാഡംബരങ്ങളിൽ ഏറ്റവും വലിയ സുഖാഡംബരമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആ ഹബീബ് തന്നെ സുന്ദരമായ ഭാര്യ ഭർത്താ ജീവിതത്തിന്റെ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. എങ്ങനെയാണ് ഒരു പെണ്ണ് ആയിരിക്കേണ്ടത്? ഇദാ നളറ ഇലൈഹാ, ഭർത്താവ് ജോലി കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിലേക്ക് വരുമ്പോൾ, കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യ എഴുന്നേറ്റ് ഉറക്കച്ചവടോടെ പോയി വാതിൽ തുറന്നിട്ട് ചോറതാ ഡൈനിങ് ടേബിളിൽ വിളമ്പി വെച്ചിട്ടുണ്ട്, പോയെടുത്ത് കഴിച്ചോ, ഞാൻ ഇച്ചിരി ഉറങ്ങട്ടെ എന്ന് പറയുന്ന പെണ്ണല്ല. വലിയ കാര്യത്തെ കടയിലെ 10 ഷട്ടറൊക്കെ ഇട്ടിട്ട് പൂട്ടിട്ട് ഒരുപാട് പൈസ നാളെ ബസ്സുകാർ വരുമ്പം ട്രാവൽസുകാർ വരുമ്പോൾ സാധനം കൊണ്ടുവരുന്ന ആൾക്കാർ വരുമ്പോൾ കൊടുക്കണം എന്നുള്ള ടെൻഷനില് അങ്ങനെ ഒരുപാട് കുടുംബത്തിന്റെ പ്രയാസമായിട്ട് വരുമ്പോ ഈ പെണ്ണ് 8 മണിക്ക് കിടന്ന് ഉറങ്ങുന്നവളാണ്, നീ വരുന്നത് 8:30ക്കാണ്. അങ്ങനെ വന്ന് നീ വിളിക്കുമ്പോൾ നിന്റെ മക്കൾ സിറ്റ് ഔട്ടിൽ പഠിക്കുന്നത് നീ കാണുന്നില്ല, നിന്റെ ഭാര്യ അവിടെ നിന്നെ കാത്തിരിക്കുന്നത് നീ കാണുന്നില്ല, മറിച്ച് കടന്നു ഉറങ്ങി അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നീ വന്നത്. അങ്ങനെ നീ വന്ന് വിളിച്ചപ്പോൾ ഉറക്കച്ചവടോടെ വന്നിട്ട് വാതില് തുറന്നു. എന്നിട്ട് പറയാണ്, അടുക്കളയിൽ ഭക്ഷണമുണ്ട്, ഇട്ട് കഴിച്ചിട്ട് കിടന്നോ, എനിക്ക് നല്ല ക്ഷീണമുണ്ടിട്ട് പറയുന്ന പെണ്ണല്ല. നിന്റെ ഹൃദയാന്തരങ്ങളിൽ മല പോലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിന്റെ പ്രശ്നങ്ങളെല്ലാം മഞ്ഞുപോലെ ഉരുക്കിക്കളയുന്ന സന്തോഷമുള്ള ഭാര്യ. ഇന്ന് കല്യാണത്തിന് പോകുന്ന പെണ്ണുങ്ങളെ, ഇന്ന് വിശേഷണങ്ങൾക്ക് പോകുന്ന പെണ്ണുങ്ങളെ, വിശേഷങ്ങൾക്ക് പോകുന്ന ഉമ്മമാരെ, നിങ്ങൾ അവിടെ പോകുമ്പോഴാണ് സ്വർണം ധരിക്കുന്നത്, നിങ്ങൾ അവിടെ പോകുമ്പോഴാണ് കണ്ണെഴുതുന്നത്, നിങ്ങൾ അവിടെ പോകുമ്പോഴാണ് നിങ്ങളുടെ ശരീരത്തിൽ നല്ല നല്ല വസ്ത്രങ്ങൾ വാരിയിടുന്നത്. പോരാ, കണ്ണെഴുതാത്ത പെണ്ണിനെ റസൂലുള്ള ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഭർത്താവിന്റെ മുമ്പിലാണ് നീ കണ്ണെഴുതേണ്ടത്, ഒരു ഭർത്താവിന്റെ മുമ്പിലാണ് നീ സ്വർണം ധരിക്കേണ്ടത്, ഒരു ഭർത്താവിന്റെ മുന്നിലാണ് നിന്റെ സർവ്വ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങളും നിന്റെ ശരീരത്തിന്റെ സൗന്ദര്യങ്ങളും തുറന്നു കാണിക്കേണ്ടത്, അവനെ ആകർഷിപ്പിക്കേണ്ടത്. അന്യപുരുഷന്മാരെയല്ല, അന്യ ആളുകളെയല്ല. കല്യാണത്തിന് പോകുമ്പോ ആര് കാണാനാ പൊന്നുമോളെ? മാർക്ക കല്യാണത്തിന് പോകുമ്പോ ആര് കാണാനാ? അങ്ങനെ ഓരോരോ ഫംഗ്ഷനുകളിൽ പോകുമ്പോൾ, വൈകുന്നേരം നീ മാർക്കറ്റിൽ പോകുമ്പോൾ, അതേ ഷോപ്പിൽ പോകുമ്പോൾ, നീ അണിഞ്ഞൊരുങ്ങി നല്ല സന്തോഷത്തോടെ പോകുന്ന നീ നിന്റെ ഭർത്താവിന്റെ റൂമിലേക്ക് വരുമ്പോൾ അതാ പഴകിയ ഒരു വസ്ത്രവും എടുത്തുകൊണ്ട് ഒരു ലക്ഷ്യവുമില്ലാതെ നീ വരുന്നുവെങ്കിൽ അവനിൽ നിന്നിൽ അവനൊരു സന്തോഷവും ഇല്ല എങ്കിൽ നീ നല്ല പെണ്ണല്ല. 65 വയസ്സുള്ള ഒരാളുടെ ജാമ്യാപേക്ഷ ഇന്ന് തള്ളിക്കളഞ്ഞു എന്ന് ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിച്ചു. ആ വായിച്ച വാർത്ത വായിച്ച് പിന്നിലേക്ക് വരുമ്പോഴാണ് അതേ സ്വന്തം മകളുടെ പ്രായമുള്ള മന്ദബുദ്ധിയായ ഒരു പെണ്ണ്, കവലകളിൽ ഇങ്ങനെ നടക്കുന്ന ഒരു പെണ്ണാണ്. മീൻ കച്ചവടക്കാരനും അതുപോലെ തന്നെ വേറെ 1-2 ആളുകളും, എല്ലാ ജോലികളും അതിൻ്റെതായ പവിത്രതയുണ്ട്. അയാൾക്ക് 65 വയസ്സാണ്. ഈ പെണ്ണിന് മിഠായി കൊടുക്കാനെന്ന് പറഞ്ഞ് പൈസ കൊടുത്തിട്ട് മിഠായി വാങ്ങിക്കൊടുത്തിട്ട് മാനഭംഗപ്പെടുത്തിയതിന്റെ കേസിന്റെ ജാമ്യാപേക്ഷയാണ് തള്ളിക്കളഞ്ഞതെങ്കിൽ 65 വയസ്സുള്ള ആ കിളവനായ മനുഷ്യൻ ആ ഭ്രാന്തി പെണ്ണിന്റെ പുറകെ പോകാനുള്ള കാരണം എന്നറിയുമോ? വീട്ടിലുള്ള പെണ്ണേ, നീ അവന്റെ മുമ്പിലാണ് സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടത്. നിന്റെ സൗന്ദര്യം അവനെയാണ് ആകർഷിക്കേണ്ടത്. നീ അവന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഉണങ്ങിയിട്ട് ക്ഷീണിച്ചിട്ട് അടുക്കളയിൽ നിന്ന് കരിയൊക്കെ പറ്റിച്ചിട്ട് കുളിച്ചിട്ട് നാറുന്ന സ്വഭാവ വിയർപ്പ് നാറുന്ന രൂപത്തിൽ നീ അവന്റെ റൂമിലേക്ക് ചെന്നാൽ അവൻ നിന്റെ അടുത്ത് വരൂല. മറിച്ച് നിനക്ക് സർവ്വ വിഷമങ്ങളും മാറ്റി ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന രൂപത്തില് സൗർവമായ ആഭരണങ്ങളും അണിഞ്ഞുകൊണ്ട് കണ്ണെഴുതിയിട്ട് നല്ല സന്തോഷത്തിൽ അത്ര പുരട്ടിയിട്ടാണ്, നല്ല സുഗന്ധങ്ങൾ പുരട്ടിയിട്ടാണ് നീ നിന്റെ ഭർത്താവ്
ഭർത്താവിന്റെ സമീപത്ത് പോകേണ്ടത്. അങ്ങനെ പോകാത്തതിന്റെ പേരിൽ, അവനെ സന്തോഷിപ്പിക്കാത്തതിന്റെ പേരിൽ വയസ്സായ ആളുകളിലും അല്ലാത്ത ആളുകളിലും അതാ അവന്റെ ശരീരത്തിന്റെ വിചാരങ്ങൾ ശമിപ്പിക്കാൻ അന്യ പെണ്ണുങ്ങളിലേക്ക് അവന്റെ കണ്ണു പോകുന്നെങ്കിൽ നീയാണ് പെണ്ണെ അതിന് കുറ്റക്കാരി, അതിന് നീയാണ് കുറ്റക്കാരി. അതുകൊണ്ട് നീ അവനോടുള്ള കടമ വീട്ടണം. അവന്റെ വിരിപ്പിലേക്ക് നീ സൗന്ദര്യത്തോടെ പോകണം, സന്തോഷത്തോടെ പോകണം. നിന്നാൽ കഴിയുന്ന സർവ്വവിധമായ സൗന്ദര്യങ്ങളും നീ അവിടെ പ്രകടിപ്പിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ ഫിത്നകളെല്ലാം കണ്ടിട്ടാണ് അവിടുന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും നല്ല പെണ്ണിന്റെ വിശേഷണം പറയുന്നത്. ഇദാ നളറ ഇലൈഹാ സർറതുഹു, അവളിലേക്ക് നോക്കിയാൽ ഇവന് സന്തോഷമാ. വഇദാ അമറഹാ അതാഅതുഹു, ഒരു കാര്യം അവളോട് പറഞ്ഞാൽ അവർ അപ്പോൾ അനുസരിക്കുക. വഇദാ ഗാബ അൻഹാ ഹഫിളതുഹു, ഏതെങ്കിലും ആവശ്യത്തിന് ഭർത്താവ് വീട്ടിൽ നിന്ന് പോയാൽ അവന്റെ മുതലും അവളുടെ ശരീരവും അതെല്ലാം സംരക്ഷിച്ച് നല്ലതുപോലെ ജീവിക്കുന്ന പെണ്ണാ. ഇതാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പറയേണ്ട വിഷയം. നമ്മുടെ ഭാര്യമാർ സന്തോഷത്തോടെ നമ്മുടെ അടുക്കൽ വരികയാണെങ്കിൽ, അവരുടെ എല്ലാ സൗന്ദര്യങ്ങളും ഒരു പുരുഷന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുകയാണെങ്കിൽ, ഇവിടെ മറ്റൊരു പെണ്ണിലേക്ക് എന്റെ ഹൃദയം പോകൂല, മറ്റൊരു പെണ്ണിലേക്ക് എന്റെ മനസ്സ് പോകൂല. എന്റെ വികാരങ്ങളും ആവശ്യങ്ങളും എന്റെ ഭാര്യയുടെ അടുക്കൽ തന്നെ നടക്കുകയാണെങ്കിൽ പിന്നെന്തിനാണ് മറ്റൊന്നതിലേക്ക് പോകുന്നത്? അതുകൊണ്ടാണ് നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് ഹബീബ് പറഞ്ഞത്. ആരെങ്കിലും എന്റെ സുന്നത്തിനെ, എന്റെ ചര്യയെ, എന്റെ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അത് നിങ്ങളുടെ കണ്ണിനെ സംരക്ഷിക്കുകയാണ്. ഒരു പെണ്ണിനെ കാണുമ്പോൾ ഞാൻ എന്തിനാണ് അങ്ങോട്ട് നോക്കുന്നത്? കാരണം ഇതേപോലെ സുന്ദരിയായ ഒരു പെണ്ണെനിക്ക് വീട്ടിലുണ്ട്, അവള് മതി എന്റെ എല്ലാ കാര്യങ്ങൾക്കും എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ കണ്ണിനെ ആ പെണ്ണ് സംരക്ഷിക്കുകയാണ്, നിങ്ങളുടെ മനസ്സിനെ ആ പെണ്ണ് സംരക്ഷിക്കുകയാണ്. അങ്ങനെ പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന നല്ലൊരു പെണ്ണാണ് യഥാർത്ഥ പെണ്ണ്. ഭർത്താവിനോടുള്ള ഏറ്റവും വലിയ കടമയതാ. എന്റെ പ്രിയപ്പെട്ടവരെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടരുന്നു, ലാ യഫറുഖു മുഅ്മിനും മുഅ്മിനാ, ഒരു മുഅ്മിനും ഒരു മുഅ്മിനായ പെണ്ണിനോടും ഒരു ഭർത്താവും ഒരു ഭാര്യയോടും ചൂടാകാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല. ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് ദേഷ്യപ്പെടാൻ പാടില്ല, ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് അടിക്കാൻ പാടില്ല, ഒരു ഭർത്താവ് ആ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ പാടില്ല. ഇൻ കരിഹ മിൻഹാ ഖുലുഖാ, ഒരു സ്വഭാവം നിനക്ക് ഇഷ്ടമില്ല എങ്കിൽ റളിയ മിൻഹാ ഗൈറുഹു, മറ്റൊരു സ്വഭാവം നിനക്ക് ഇഷ്ടപ്പെടും. ഒരു പെണ്ണിന്റെ ഒരു സ്വഭാവം നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ മറ്റൊരു സ്വഭാവം നിനക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ നീ പറയും നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ്, എന്താ ടേസ്റ്റ്, അതിപ്പം നടന്നില്ലെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ്, അതിപ്പോ പോട്ടെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്വഭാവം, എന്തെങ്കിലും ഒരു ദേഷ്യം കാണുമ്പോൾ അപ്പൊ എടുത്തിട്ട് അടിക്കുക, അല്ലെങ്കിൽ മാനസികമായ പീഡനം നടത്താതെ ഏതെങ്കിലും ഒരു സ്വഭാവം. എന്താ സ്വഭാവം? രാവിലെ എഴുന്നേറ്റ് സുബഹിയൊക്കെ നിസ്കരിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങും, പിന്നെ 36 മണിക്ക് എഴുന്നേക്കത്തു. ക്ഷീണം കൊണ്ടാ. അപ്പൊ നമ്മളെന്താ കടന്നുറങ്ങിക്കോട്ടെ എന്ന് കരുതണം. ആ ഒരു സ്വഭാവം നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലോ വേറെ ഏതെങ്കിലും രാവിലെ 10 മണിക്ക് എഴുന്നേറ്റിട്ട് നല്ല കാപ്പി ഉണ്ടാക്കി തരും, ചായ ഉണ്ടാക്കി തരും, അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടും. അപ്പൊ ഒരു സ്വഭാവം നമുക്ക് ഇഷ്ടമില്ല എങ്കിൽ മറ്റൊരു സ്വഭാവം ഇഷ്ടപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങൾ ദേഷ്യപ്പെടാൻ പാടില്ല. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, ആ സ്ത്രീകളോട് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറുക. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താ സലാത്തില്ലാത്ത? ഏറ്റവും കൂടുതൽ സലാത്തില്ല മാസമല്ലേ? എന്നിട്ട് ആരും സലാത്തില്ലാത്ത? മുഹമ്മദുർ റസൂലുള്ളാഹി. ഇവിടൊക്കെ 3 പ്രാവശ്യം പറയണം അല്ലേ? 3 പ്രാവശ്യം പേര് പറഞ്ഞാലേ സലാത്തുള്ളത്. അങ്ങനെ ഉണ്ടോ? ഇല്ല. നമ്മളവിടെ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. അപ്പോൾ സ്വലാത്ത് ഇങ്ങനെ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് കിട്ടുക. അതുകൊണ്ട് സ്വലാത്ത് കൊണ്ട് നമ്മുടെ സദസ്സിനെ സജീവമാക്കണം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബിനോട് സ്വലാത്ത് കൊണ്ട് നാം അടുക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ വാപ്പയെക്കാളും ഉമ്മയെക്കാളും നാം സ്നേഹിക്കേണ്ട ആ ഹബീബിനെയാണ്.
ഉമ്മയുടെ മഹത്വം മാലോകർക്ക് പറഞ്ഞു തന്നത് ഹബീബാണ്. ഉപ്പയുടെ വില മാലോകർക്ക് പറഞ്ഞു കൊടുത്തത് ഹബീബാണ്. ഭാര്യയുടെ മഹത്വം പറഞ്ഞു തന്നതും ഹബീബാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന. ആ പെണ്ണുങ്ങൾ നിങ്ങളുടെ വസ്ത്രമാണ് ഭർത്താക്കന്മാരെ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ വസ്ത്രമാണ് നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ വസ്ത്രമാണ് നിങ്ങളുടെ ഭർത്താവ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിന്റെ ഊഷ്മളമായ ഉദാഹരണം പറഞ്ഞ വേറൊരു നേതാവിനെ നമുക്ക് കാണാൻ കഴിയുമോ? വേറൊരു പ്രസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയുമോ? അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ വസ്ത്രമാണ് എന്റെ ശരീരത്തിലേക്ക് ഏറ്റവും അടുത്തത്. എന്റെ മുട്ടിന്റെ ഭാഗത്തൊരു വ്രണമുണ്ടെങ്കിൽ ആ വ്രണത്തെ കുറിച്ച് കൂടുതൽ അറിയുന്നത് എന്റെ വസ്ത്രമാണ്. എന്റെ രഹസ്യഭാഗങ്ങൾ അറിയുന്നത് എന്റെ വസ്ത്രമാണ്. ഈ വസ്ത്രം ധരിച്ചപ്പോഴാണ് എനിക്കൊരു മാന്യത വന്നത്. ഈ വസ്ത്രമില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ സ്റ്റേജിലേക്ക് വരാൻ പറ്റൂല. ഈ വസ്ത്രമില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റൂല. ഒരാളുടെ വസ്ത്രം അയാളുടെ അഭിമാനമാണ്. ഒരാളുടെ ശരീരത്തിനോട് ഏറ്റവും അടുത്തതാണ്. ഒരാളുമായി ഏറ്റവും അടുത്തത് വസ്ത്രമാണ്. രാവിലെ സുബഹിക്ക് പള്ളിയിൽ വരണമെങ്കിൽ നിനക്ക് വസ്ത്രം വേണം. വസ്ത്രമില്ല എങ്കിൽ നീ വീട്ടിൽ തന്നെ നിസ്കരിക്കേണ്ടി വരും. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ വസ്ത്രമാണുള്ളതെങ്കിൽ ഭർത്താവ് നിസ്കരിക്കുന്നത് വരെ ഭാര്യ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ സഹാബാക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അൽഹംദുലില്ലാഹ്, നമുക്ക് ഒരുപാട് വസ്ത്രങ്ങളുണ്ട്, ഒരുപാട് സൗകര്യങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് ഒരാളുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ വസ്ത്രത്തോടെയാണ് ദമ്പതികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് ഭാര്യ വേണം, നല്ലൊരു ഭാര്യ വേണം. ഭാര്യയോട് സ്നേഹമുള്ളൊരു ഭർത്താവ് നമുക്ക് വേണം. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ. ആ വസ്ത്രം എങ്ങനെയാണ് അടുത്തിരിക്കുന്നത്, ആ വസ്ത്രം എങ്ങനെയാണ് നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്നത്, അതേപോലെയാണ് നിന്റെ കുടുംബവുമായി നിന്റെ ഭാര്യയുമായി നീ അടുത്തിരിക്കേണ്ടതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ജമലുല്ലൈലി തങ്ങൾ നമുക്ക് ദുആക്ക് നേതൃത്വം നൽകാൻ വന്നിട്ടുണ്ട്. അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. മഹാനവറുകൾ അല്പം വിശ്രമിച്ചതിന് ശേഷം നമ്മുടെ വേദിയിലേക്ക് വരും. എല്ലാവരും സജീവമായി അകത്തേക്ക് കയറിയിരിക്കണം. അള്ളാഹു നമുക്കെല്ലാം ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുടുംബ ജീവിതത്തിന്റെ ഭദ്രത ഒരുപാട് വിവരിക്കുകയാണ്, ഒരുപാട് വിശേഷണങ്ങൾ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പർണശാലയിൽ സഹാബാക്കൾക്ക് വിജ്ഞാനം വിളമ്പുന്ന സമയത്ത് ഹബീബ് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, വഫീ ബുൽഇ അഹദികും സദഖ. ഒരുപാട് സദഖകളുടെ മഹത്വം പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഭാര്യയുമായി നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സദഖയുടെ പ്രതിഫലമാണ്. സദഖയുടെ പ്രതിഫലമാണ് നിങ്ങളുടെ ഭാര്യയുമായി നിങ്ങൾ രമിക്കുന്നത്, സല്ലപിക്കുന്നത്. ഭാര്യയുമായി നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പ്രതിഫലമുള്ള കാര്യമാണെന്ന് പറയാൻ ആണത്തമുള്ള ഏതെങ്കിലും സംഘടനകളുണ്ടോ, ഏതെങ്കിലും നേതാക്കന്മാരുണ്ടോ, ഏതെങ്കിലും മതങ്ങളുണ്ടോ? നിങ്ങളുടെ ഭാര്യയുമായി നിങ്ങൾ ബന്ധപ്പെടുന്നത് സദഖയുടെ പ്രതിഫലം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ പറഞ്ഞു വരയിട്ടു പോകാത്ത ഒരു കാര്യങ്ങളുമില്ല. ആധുനിക യൂറോപ്പിന്റെ മെമ്മറിയിൽ ഉദിച്ചു വരാത്ത എത്രയെത്ര ശാസ്ത്രീയ സത്യങ്ങളാണ് ആ ഹബീബിന്റെ തിരുവചനങ്ങളിൽ നിന്ന് നാം കേട്ടത്. ആ നേതാവിനെ നാം ഇഷ്ടപ്പെടേണ്ടതുണ്ട്, ആ ഹബീബിനെ നാം ഇഷ്ടപ്പെടേണ്ടതുണ്ട്. സുന്ദരമായ ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണോ അതെല്ലാം നമുക്ക് പറഞ്ഞു തരുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു ഉപ്പയിൽ കാണാത്ത സ്വഭാവം മാനവിധങ്ങളിൽ നാം കാണുകയാണ്, ഒരു ഉമ്മയിൽ കാണാത്ത സ്വഭാവം മാനവിധങ്ങളിൽ നാം കാണുകയാണ്. ആ ഉമ്മ നമ്മളെ ഇത്രയേറെ സ്നേഹിച്ചിട്ടില്ല, പ്രിയപ്പെട്ട ഉപ്പ നമ്മളെ ഇത്രയേറെ സ്നേഹിച്ചിട്ടില്ല. ആ നബിതങ്ങൾ പറയുന്നു, മോനെ നിന്റെ കുടുംബ ബന്ധം ഭദ്രമാകാൻ, നിന്റെ പ്രിയപ്പെട്ടവളുമായി നിശീധിനിയുടെ നിശബ്ദതയിൽ ലോകം കൂർക്കം വിളിച്ചുടങ്ങുമ്പോൾ നീ സല്ലപിക്കുന്നത്, നീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അത് സദഖയുടെ പ്രതിഫലമാണ്. സ്വാഭാവികമായി സദസ്സിൽ നിന്നൊരാൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്,
യാ ഹബീബല്ലാഹ് അയൽതി അഹദുനാ ശഹവതഹു വയകൂനു ലഹു ഫീഹാ അജ്ർ. ഞങ്ങളുടെ ശരീരത്തിന്റെ വികാരം, ഞങ്ങളുടെ ശരീരത്തിന്റെ ആഗ്രഹം ഞങ്ങളുടെ ഭാര്യയിൽ തീർക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നത്? അത് ഞങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യമല്ലേ? അത് ഞങ്ങളുടെ സുഖത്തിന്റെ ഭാഗമല്ലേ? അത് ഞങ്ങളുടെ ആവശ്യമല്ലേ? വികാരത്തിന്റെ ശമനമല്ലേ റസൂലേ? എങ്ങനെയാണ് അതിന് പ്രതിഫലം കിട്ടുന്നതെന്ന് ഹബീബിനോട് ചോദിച്ച വിദ്യാർത്ഥിയോട് ഹബീബ് പറയുകയാണ്, ഏ മനുഷ്യ, അറഅയ്തും വലലൗ വലഅഹാ ഫീ ഹറാം. നിന്റെ ആവശ്യ നിർവഹണത്തിന് നീ മറ്റൊരുത്തിയുമായി, നിന്റെ അന്യ പെണ്ണുമായിട്ടാണ്, വേറൊരു പെണ്ണുമായിട്ടാണ് നീ ബന്ധപ്പെടുന്നതെങ്കിൽ അകാന അലൈഹി ഫീഹി വിസ്റുൻ, നിനക്ക് തെറ്റുണ്ടല്ലോ, ഹറാമുണ്ടല്ലോ, ശിക്ഷയുണ്ടല്ലോ. ഫകദാലിക ഇദാ വലഅഹാ ഫിൽ ഹറാമി കാന ലഹു അജ്റുൻ. അതേ, നിന്റെ പ്രിയപ്പെട്ടവളുമായി നീ ഹറാമില്ലാത്ത രൂപത്തിൽ ബന്ധപ്പെടുന്നത്, അതേ ഹറാമായ രൂപം ചെയ്യുന്നതിനേക്കാളും ഹറാമില്ലാതെ അള്ളാഹു അനുവദിച്ചു തന്നതിൽ നീ ഉപയോഗിക്കുന്നത് അതിന് പ്രതിഫലമല്ലേ മോനെ? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുകയാണ്, ഇന്ന് സ്വന്തം ഭാര്യ ഫോണിൽ വിളിക്കുമ്പോൾ അവളോട് സംസാരിക്കാൻ ചില ഭർത്താക്കന്മാർക്ക് ഇഷ്ടമല്ല. ഇപ്പോഴാ വിളിക്കുന്ന, ഞാൻ ഭയങ്കര തിരക്കിലാണ്, കുറച്ച് കഴിഞ്ഞ് വിളി, കുറച്ച് കഴിഞ്ഞ് വിളി, അപ്പോഴേ ഫോൺ കട്ടുക. പിന്നെ ഫോണിന്റെ കമ്പനിയിൽ ഒരു പെണ്ണാ വിളിക്കുന്നെങ്കിലോ, എന്തുണ്ട് വിശേഷം, ആന്ന് അത് തന്നെ എന്നും പറഞ്ഞ് അവളോട് കൊഞ്ചിക്കൊഴയാൻ. ഏതെങ്കിലും അയൽക്കാര് പെണ്ണുങ്ങൾ വിളിക്കുന്നെങ്കിലോ, ഏതെങ്കിലും ബസ്സിൽ നിന്ന് കണ്ട പെണ്ണുങ്ങൾ വിളിക്കുന്നെങ്കിലോ, വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ വിളിക്കുമ്പോഴോ അവളോട് സല്ലപിക്കാനും കഥ പറയാനും ചരിത്രം പറയാനും 5 മിനിറ്റും 10 മിനിറ്റും എത്ര രൂപ വേണമെങ്കിലും അതിന് ഫോണിൽ ചാർജ് ചെയ്യാം. പക്ഷേ തന്റെ പ്രിയപ്പെട്ടവരെ വിളിക്കുമ്പോൾ സ്നേഹത്തിന്റെ ഒരു വർത്തമാനം പറയാൻ ചില ഭർത്താക്കന്മാർക്ക് കഴിയുന്നില്ല, ചില ഭർത്താക്കന്മാർക്ക് കഴിയുന്നില്ല. ആധുനിക സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പർണശാലയിൽ നിന്ന് നാം കേട്ട വാക്യം ഏതാണെന്നറിയുമോ? അവളുമായി സംസാരിക്കുന്നത്, അവളുമായി രഹസ്യങ്ങൾ പങ്കിടുന്നത്, അവളുമായി നിന്റെ സല്ലാപങ്ങളും നിന്റെ വിഷമങ്ങൾ അവളോടും അവളുടെ വിഷമങ്ങൾ നിന്നോടും പറയുന്നത്, അത് സദഖയുടെ പ്രതിഫലമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഇടപിരിയാത്തൊരു കയറുപോലെ സുന്ദരമായി കെട്ടിപ്പടുക്കേണ്ടതാണ് ജീവിതം. അങ്ങനെ സന്തോഷത്തോടൊരു ജീവിതം മുന്നോട്ട് വരുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട പെണ്ണേ, നിന്റെ മക്കൾ ഈ സന്തോഷം കണ്ടിട്ടാണ് പഠിക്കുന്നത്. എപ്പോഴും വാപ്പയും ഉമ്മയും കൂടെ അടിയാണ്. അതേ, ചോറ് വിളമ്പുന്നെടുത്ത് അതാ പാത്രം എടുത്ത് അങ്ങോട്ട് എറിയുന്നു ഇങ്ങോട്ട് എറിയുന്നു, പകുതി കഴിച്ചിട്ട് ഇട്ടിട്ട് പോകുന്നു. മക്കൾ ഇത് കാണുകയാണ്, അവർക്കൊരു സന്തോഷമില്ല, അവർക്ക് നല്ലതുപോലെ ആഹാരം കഴിക്കാൻ പറ്റൂല, അവരുടെ ഹൃദയം വേദനിക്കുകയാണ്. എന്താ എൻ്റെ ഉപ്പ ഉമ്മയെ എപ്പോഴും ഇട്ടടിക്കുന്നത്, എന്താ എൻ്റെ ഉമ്മ ഉപ്പയോട് ഇങ്ങനെ പെരുമാറുന്നത്? അവരുടെ ഹൃദയത്തിലും വിഷമങ്ങൾ വന്നിട്ട് അവരൊരു ജീവിതം തുടങ്ങുമ്പോഴും അവരുടെ ജീവിതത്തിലും ഇതാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഓർത്തെങ്കിലും സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ഐക്യത്തോടെ എല്ലാം പരസ്പരം ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് ഒരു ഭർത്താവിന് നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് വരുന്ന ചീഞ്ചലം നീ നിന്റെ നാക്കുകൊണ്ട് നക്കി തുടച്ചെടുത്താലും അവനോടുള്ള കടമ തീരുന്നില്ല എന്ന് ലോകത്തിന്റെ ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആധുനിക ലോകത്തെപ്പം ഉമ്മമാരെ നോക്കി പറയുകയാ. കാരണം നിനക്ക് വേണ്ടി ജീവിക്കുന്നവൻ, നിന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവൻ, നിന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും സാന്നിധ്യമില്ലാതെ നിന്നെ സംരക്ഷിക്കുന്ന അവൻ, നാളെ ആഖിറത്തിൽ നിന്റെ ഭർത്താവായി സ്വർഗത്തിൽ വരേണ്ടവൻ, അങ്ങനെ നിനക്ക് വേണ്ടി സർവസ്വവും തരുന്ന അധ്വാനിക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവന്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങാതെ അവനെ സന്തോഷിപ്പിക്കാതെ നീ നടന്നാൽ അല്ലാഹു അല്ലാത്ത ആരോടെങ്കിലും സുജൂദ് ചെയ്യാൻ ഈ ഉമ്മത്തിനോട് കൽപ്പിച്ചുവെങ്കിൽ ഭർത്താക്കന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഭാര്യമാരോട് പറയുമായിരുന്നു എന്ന് ഹബീബിന്റെ പർണശാലയിൽ നിന്ന് നാം കേട്ട ശബ്ദമാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ,
സ്നേഹം മാത്രം കൊടുത്തു പരിചയമുള്ള ഉമ്മ, മക്കളെ താലോലിക്കുന്ന ഉമ്മ, ഭർത്താക്കന്മാരുടെ പൊരുത്തമില്ലെങ്കിൽ സ്വർഗത്തിന്റെ ഏഴയലത്ത് പോലും എത്തൂല, നിങ്ങളുടെ തഹജ്ജുദ് നിസ്കാരം എത്തൂല, നിങ്ങളുടെ സ്വലാത്ത് എത്തൂല, ദിക്ർ എത്തൂല. അവനോട് ഇഷ്ടമില്ലാത്ത ആളുകളുമായി സംസാരിക്കുക, അവൻ പറയുന്നതിന് എതിര് കാണിക്കുക തുടങ്ങി ഏതെല്ലാം എതിർക്കുന്ന പദങ്ങൾ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ പാപമോചനമാകണമെങ്കിൽ അവന്റെ പൊരുത്തമില്ലാതെ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അവന്റെ പൊരുത്തത്തോടുകൂടി എല്ലാം പറഞ്ഞ് ഇനിയെങ്കിലും ഒരു ജീവിതത്തിന്റെ നല്ല കെട്ടുറപ്പുണ്ടാക്കിയെടുത്ത് മാന്യമായൊരു കുടുംബ ജീവിതം ഉണ്ടാക്കാൻ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ സ്ത്രീകൾ പുലർത്തേണ്ട മുൻകരുതലുകൾ എന്താണ്? നമ്മുടെ ഈ ആധുനിക യുഗത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു സംരക്ഷണം ഉണ്ടാകാൻ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഉമ്മമാരത് ശ്രദ്ധിക്കും. വീടിന്റെ പ്രധാന വാതിൽ ഭദ്രമായി പൂട്ടേണ്ടതുണ്ട്. ഭർത്താവോ മറ്റാണുങ്ങളോ വീട്ടിലില്ലാത്തപ്പോൾ പുറത്തു നിന്ന് വരുന്നവരെ അകത്ത് കയറ്റി ഇരുത്താതെ അവര് ആ പുറത്തു നിന്ന് വരുന്നവരെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ജനലങ്ങാണെന്ന് തുറന്നിട്ട് ഇവിടെ ആളില്ല എന്ന് പറഞ്ഞു വിട്ടേക്കണം. അല്ലാതെ വാ കേറി വാസനാരിയാക്ക, മച്ച ഇവിടെ ഇല്ല, കേറി ഇനി കട്ടൻ ചായ കുടിച്ചിട്ട് പോവാം എന്നും പറഞ്ഞിട്ട് ഒരു അന്യ പുരുഷനെ പിടിച്ചാത്തിട്ടാൻ പാടില്ല. സിറ്റ് ഔട്ടിലും പുറത്തൊന്നും ഇരുത്താൻ പാടില്ല. ആ ജനലൊന്ന് ചെറുതായിട്ട് തുറന്നിട്ട് ഇവിടെ ആളില്ല, പുറത്തു പോയിരിക്കുക, 10 മിനിറ്റ് കഴിഞ്ഞു അല്ലെങ്കിൽ ഫോണിലൊന്ന് ബന്ധപ്പെടും എന്ന് പറഞ്ഞിട്ടേ ഒരു അന്യ ആള് വന്നാൽ അവൻ ആ പെണ്ണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഗൾഫിൽ നിന്ന് പൈസ അയക്കും, വളഞ്ഞ വഴിയിൽ പൈസ അയക്കുമ്പോ അവൻ നേരെ വന്ന് അടുക്കള ഭാഗത്തൂടെ കയറി വന്ന് സിറ്റൗട്ടിലോ അല്ലെങ്കിൽ അകത്തിരുന്നിട്ട് പൈസ എണ്ണി കൊടുക്കും. അതുവരെ ഇവളും അവനും കൂടെ ഇങ്ങനെ ഇരിക്കാം. ഇതാണ് ഈ ഭദ്രമായ കുടുംബ ജീവിതത്തിൽ ഫിത്നകളും പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള കാരണങ്ങൾ. അന്യ ആളുകളെ നിർത്തേണ്ടതുണ്ട്. അവനോട് ഭർത്താവിന്റെ കാര്യങ്ങൾ, ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ആളുകളെ വീട്ടിൽ കയറ്റാൻ പാടില്ല. അതുപോലെ തന്നെ കിടപ്പ് മുറിയിലേക്ക് ആരെയും കയറ്റാൻ പാടില്ല. ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സന്ദർഭത്തിൽ പുറത്തുനിന്ന് വരുന്നവരെ അകത്തുനിന്ന് നമുക്ക് കാണണം. ആരാ വരുന്നത്? ഇന്ന ആളാ വരുന്നത്. ചില ഗ്ലാസുകളുണ്ട്, അവിടുന്ന് കാണുമ്പോൾ ഇങ്ങോട്ട് കാണൂല, നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റും. അതുപോലെ ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ എന്നിട്ടോ അങ്ങനെ ഒരു സംവിധാനം നാം ഉറപ്പാക്കണം. ഇനിയോ ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ വീട്ടിലുള്ളത് എന്ന് വരുന്ന ആള് അറിയാൻ പാടില്ല. ഇവിടെ ആരും ഇല്ല കേട്ടോ, പിന്നെ എന്നും പറഞ്ഞ് നമ്മൾ പറയുന്ന ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ എന്ന ഒരു വാർത്ത അവനെ അറിയിക്കാൻ പാടില്ല. ഇനി ഏതെങ്കിലും പിശാചിന്റെ ചിന്ത വന്നാൽ ആ പിശാചിനെ ആട്ടിപ്പായിക്കാൻ വേണ്ടി ആയത്തുൽ കുർസി ഓതുക. അങ്ങനെ ആയത്തുൽ കുർസി ഓതി ദിക്റുകൾ ഓതി പിശാചിന്റെ ചിന്തകൾ മനസ്സിലേക്ക് വരാതെ നാം സുന്ദരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. കുടുംബ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നാം ഒരു ബന്ധം എടുക്കാൻ പോകുമ്പോൾ പരസ്പരം പറയാൻ പറ്റുന്ന എല്ലാ രഹസ്യങ്ങളും, എന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇന്നതാണ്, അങ്ങോട്ട് പറയാം. അപ്പൊ തിരിച്ച് അവിടുന്ന് ആ കുടുംബം ഇങ്ങോട്ട് പറയുക, ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ്. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് അവസാനം കല്യാണം കഴിഞ്ഞിട്ടാണ് അതിവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കുടുംബമാണല്ലോ, നിങ്ങൾ നമ്മടുത്ത് വയ്ക്കാൻ എന്ത് എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് പറയേണ്ട എല്ലാ രഹസ്യങ്ങളും പറയുക. അപ്പോൾ നിക്കാഹ് ഉറപ്പിക്കുന്നതിന് മുമ്പ് പറയാൻ പറ്റുന്ന എല്ലാ രഹസ്യങ്ങളും പറയുക. പിന്നെയോ ആ വിവാഹ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ മുതിർന്നവരെ പരിഗണിക്കേണ്ടതുണ്ട്, മുതിർന്ന ആളുകളെ പരിഗണിക്കേണ്ടതുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കളെയാണ്. മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ടൊരു വിവാഹ ജീവിതം മുന്നോട്ട് പോകാൻ പാടില്ല. ചില മക്കളുണ്ട്, ആ മക്കൾ ഉമ്മയോട് ചോദിച്ചിട്ടാണ് ബാത്റൂമിൽ തന്നെ പോകുന്നത്. പണ്ട് കാലങ്ങളിൽ ചെറുപ്പത്തിൽ ഉമ്മ ഞാൻ വരുന്നു, അല്ലെങ്കിൽ വാപ്പ എനിക്കൊരു പാന്റ് വേണം, അല്ലെങ്കിൽ ഒരു മുണ്ട് വേണം, അങ്ങനെ എല്ലാം ചെയ്യുന്നത് ഉമ്മയോടും ഉപ്പയോടും ചോദിച്ചിട്ടാണ്. പക്ഷേ കല്യാണം അങ്ങ് കഴിഞ്ഞതിന് ശേഷം എവിടെ പോകുന്നു എന്ന് പോലും ഉപ്പയോടും ഉമ്മയോടും പറയാതെ നിന്റെ ജീവിതത്തിലേക്ക് നീ ഒരു വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ നിന്റെ പൈസയുമായി നീ ആ ഷോപ്പിൽ പോയി ബൈക്ക് എടുത്തോണ്ട് വന്നിട്ട് ആ ബൈക്കുമായി നിന്റെ വീട്ടിലേക്ക് വരുന്ന രംഗമല്ല ഉപ്പ കാണേണ്ടത്, ആ രംഗമല്ല ഉമ്മ കാണേണ്ടത്.
നിന്റെ പ്രിയപ്പെട്ടവളുമായി ബൈക്കിൽ വന്ന് വീട്ടിലേക്ക് വരുമ്പോ ഉപ്പ ഞാനൊരു ബൈക്ക് എടുത്തു എന്ന് അപ്പോഴല്ല പറയേണ്ടത്, മറിച്ച് നിന്റെ കയ്യിൽ അതിനുള്ള പൈസ ഉണ്ടായി കഴിഞ്ഞാൽ ഉപ്പയോടും ഉമ്മയോടും ആലോചിക്കണം. ഉപ്പ എത്ര നാളായി നമുക്കൊരു ബൈക്ക്, ഒരു വാഹനം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇപ്പൊ കുറച്ച് പൈസയൊക്കെ നമ്മുടെ കിട്ടിയിട്ടുണ്ട്, കുറച്ച് പൈസയൊക്കെ കടവുണ്ട്, നല്ലൊരു ബൈക്ക് വാങ്ങുകയല്ലേ? ഉപ്പയുടെ അഭിപ്രായം എന്താ? അങ്ങനെ അഭിപ്രായം ചോദിച്ചിട്ട് മുതിർന്നവരെ മുന്തിച്ചിട്ടാണ് ജീവിതം മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ അതിന് വാങ്ങിച്ചിട്ട് പിന്നെ ഉപ്പ കാണുന്നൊരു സാഹചര്യം, ഒരു ബൈക്ക് വാങ്ങുമ്പോൾ പിന്നെ ഓടിച്ചോണ്ട് വരുന്നതാണ് ഉപ്പ കാണുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ആ ഹൃദയത്തിൽ എത്ര വേദനയാണ് എൻ്റെ പ്രിയപ്പെട്ടവനെ ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹി, അവന്റെ ഉമ്മയെക്കാളും അവന്റെ ഭാര്യയെക്കാളും അവന്റെ ഉമ്മയെക്കാളും ഭാര്യയ്ക്ക് ആരെങ്കിലും സ്ഥാനം കൊടുത്താൽ ലഅലൈഹി നഅനത്തുല്ലാഹ്, അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. വലാ യുഖ്ബലു മിൻഹു സർഫും വലാ അദിൽ, അവന്റെ സുന്നത്ത് നിസ്കാരമോ ഫർദ് നിസ്കാരമോ അല്ലാഹു സ്വീകരിക്കുകയില്ല. അപ്പം മുതിർന്നവരെ പരിഗണിക്കണം, പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിക്കണം. അവരെ അവഗണിക്കാൻ പാടില്ല. ഉമ്മ ഉപ്പയെ നാം അവഗണിക്കാൻ പാടില്ല. കുടുംബജീവിതത്തിൽ ഫിത്തനകൾ ഉണ്ടാകുന്ന ഒരു ചെറിയ പോയിന്റാണത്. അതേ ഉമ്മയ്ക്ക് നമ്മുടെ മരുമോളെ പിടിക്കുന്നില്ല, ഉമ്മയ്ക്ക് മകന്റെ ഭാര്യയെ പിടിക്കുന്നില്ല. ആ മകൻ മരിച്ചാലെങ്കിലും മകളുടെ കണ്ണുനീര് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാരുണ്ട്. അതുപോലെ തന്നെ ആ ഭർത്താവിന്റെ ഉമ്മയെ സ്വന്തം ഉമ്മയെ പോലെ കാണാൻ പറ്റാത്ത രീതിയിൽ ആധുനിക യുവതികൾ അതാ ജീവിക്കുന്ന സമയത്താണ് ആ കുടുംബത്തിൽ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നത്, സ്വരച്ചേർച്ച ഒഴിവാകുന്നത്. അതുകൊണ്ട് പരിഗണിക്കേണ്ടവരെ പരിഗണിച്ച്, സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ച്, ഉമ്മ ഉപ്പ നമ്മുടെ അവരുടെ കാലിന്റെ അടിയിലാണ് നമ്മുടെ സ്വർഗമെന്ന ബോധത്തോടെ നാം മാന്യമായി ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റു അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നിന്റെ ഉമ്മ ഉപ്പയോട് നീ ചെയ്യുന്ന വർത്തമാനം പറയാൻ പാടില്ല. അവർ മുതിർന്നവരാണ്, നിങ്ങൾ രക്തത്തിളപ്പുള്ളവരാണ്. നിന്റെ മുൻപുള്ള ഭാര്യയുമായി നീ ബൈക്കിൽ കറങ്ങുന്ന സമയത്ത്, വാഹനത്തിൽ പോകുന്ന സമയത്ത്, അവൾക്ക് വേണ്ടി നീ എന്തെങ്കിലും പൊതികൾ വാങ്ങുന്ന സമയത്ത് നിന്റെ ഉപ്പ ഉമ്മ വീട്ടിലുണ്ടെങ്കിൽ രഹസ്യമായി അവൾക്ക് കൊണ്ട് കൊടുക്കാതെ അവർക്കും നീ ഒരു പൊതി വാങ്ങിക്കൊണ്ട് കൊടുത്താൽ പൊന്നുമോനെ, നാളെ നീ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്റെ ചെറുപ്പകാലഘട്ടത്തിൽ നീ ഒരുപാട് കരഞ്ഞപ്പോ നിന്റെ ഉപ്പയാണ് നിനക്ക് കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നത്. നീ കരഞ്ഞ സമയത്ത് നിന്റെ ഉമ്മയാണ് നിനക്ക് മുലയൂട്ടിയത്. അതേപോലെ നാം ചിന്തിച്ചുകൊണ്ട് നീ പ്രായമാകുന്ന ഉമ്മയെയും ഉപ്പയെയും നിനക്ക് നിന്റെ നല്ല സമയത്ത്, നിന്റെ രക്തത്തിളപ്പുള്ള സമയത്ത്, നിന്റെ കയ്യിൽ ഒരുപാട് സമ്പത്ത് വരുമ്പോൾ അവരെ നീ പരിഗണിക്കുക. പരിശുദ്ധ ഖുർആൻ പറയുന്നു, എന്ന വർത്തമാനം പറയാൻ പാടില്ല. എപ്പോഴാണ് നാം എന്ന വർത്തമാനം പറയുന്നത്? നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം കാണും, എന്താ ഇത് എന്ന് നമ്മൾ പറയും. അങ്ങനെ ഒരു എന്ന വർത്തമാനം മാതാപിതാക്കളോട് പറയുന്ന ഒരു സാഹചര്യം എപ്പോഴാ? നമ്മുടെ ടൈൽസിൽ ഇട്ട വീട്ടിൽ, നമ്മുടെ കൂടിയ വീട്ടിൽ ആ ഉപ്പ ഉമ്മ അതാ ബെഡിൽ കിടക്കുകയാ, അവർക്ക് ആരോഗ്യമില്ല, അവർക്ക് എഴുന്നേറ്റ് പോയി മലമൂത്ര വിസർജനത്തിന് കഴിയുന്നില്ല. അവരുടെ കിടക്കയിൽ തന്നെയാണ് അത് സാധിക്കുന്നത്, അവരുടെ കിടക്കയിൽ തന്നെയാണ് അത് സാധിക്കുന്നത്. ഏതുപോലെ നീ അവരുടെ മടിയിലാണ് ഇതെല്ലാം സാധിച്ചത്. ഉപ്പ നിന്നെ തോളിലേക്ക് എടുത്തപ്പോഴാണ് നീ കാഷ്ടിച്ചു കൊടുത്തത്, ഉമ്മ നിന്നെ ആ മുലയൂട്ടുമ്പോഴാണ് മടിയിൽ നീ പെടുത്തു കൊടുത്തത്. ഇതേപോലെ നിന്റെ സുന്ദരമായ വീട്ടിൽ അവര് മൂത്രിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്യുമ്പോൾ ഇദാ കബറ അബവാനി വഹ്താജ ഇലാ റഫ്ഇ ബൗലിഹിമാ വഹ്താജൻ ഇലാ റഫ്ഇ ബൗലിഹിമാ, അവർക്ക് രണ്ടുപേർക്കും അതാ മൂത്രമൊഴിക്കേണ്ടി വരും. വഗായിതിഹിമാ, അവർക്ക് ബാത്റൂമിൽ പോകേണ്ടി വരും. ഫലാ തഖുദ് ബിഅംരിക ഇൻദ ദാലിക, നിന്റെ സുന്ദരമായ ടൈൽസിന്റെ പളപളപ്പിൽ നീ അവരങ്ങനെ ചെയ്യുമ്പോൾ, നീ അത് വൃത്തിയാക്കാൻ വേണ്ടി റൂമിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായും അതിന്റെ വാസന എടുത്തുകൊണ്ട് നീ മൂക്കിലേക്ക് കൈവെക്കാൻ പാടില്ല. നീ മൂക്കിലേക്ക് കൈവച്ചിട്ട് എന്ന് പറയാൻ പാടില്ല. വലാ തഅബസ് ബിവജ്ഹിക, നിന്റെ മുഖം ചുളിക്കാൻ പാടില്ല. ഫഇന്നഹുമാ ഖദ് റഫഅ ദാലിക മിൻക ഫീ ഹാലത്തി സിഗ്രിക വറഅയാ ദാലിക മിൻക കസീറാ.
നിന്റെ ചെറുപ്പ സമയത്ത് നീ കാഷ്ടിച്ചപ്പോൾ മൂത്രിച്ച സമയത്തോ അതേ നിന്റെ ഉപ്പ ഉമ്മ മുഖം ചൊളിച്ചില്ല, മൂക്കിൽ പിടിച്ചില്ല. വില കൂടിയ അത്തറിന്റെ മണത്തെക്കാളും അവർക്കത് സുഗന്ധമായിരുന്നു. മടിയിൽ മൂത്രിച്ചപ്പോൾ എടുത്തു കളഞ്ഞില്ല. പ്രത്യേകിച്ച് ഉമ്മമാരെത്ര കഷ്ടപ്പെട്ടാണ് നിന്നെ വളർത്തിയത് പൊന്നുമോനെ. സുന്ദരമായ കുടുംബം നീ കെട്ടിപ്പടുക്കുന്ന സമയത്ത് അവരെ മറക്കല്ലേ മോനെ. നോമ്പിന്റെ സമയത്ത് അതാ പകലന്തിയോളം പണിയെടുത്ത് ഒരൽപ്പം വാങ്ങി വിളിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചപ്പോഴാണ് വീട്ടിലുള്ള എല്ലാ ആണുങ്ങൾക്കും ഭക്ഷണം കൊടുത്തിട്ട് അവർ കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ വേണ്ടി പാത്രം എടുത്തു വെച്ചപ്പോഴാണ് തൊട്ടിയിൽ ഉറങ്ങിക്കിടന്ന നീ കരഞ്ഞത് പൊന്നേ. ഉടനെ ഉമ്മ അതാ ഭക്ഷണം മാറ്റി വെച്ചില്ലയോ, ഓടി വന്ന് നിന്നെ എടുത്തില്ലയോ, വന്നിട്ട് ചക്കരമുത്തം തന്നിട്ട് മടിയിലതാ ഒരു കൈ കൊണ്ട് അതാ അവരുടെ കുപ്പായം പൊക്കി പാല് നിന്റെ വായിലേക്ക് വെച്ച് മറ്റേ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചപ്പോൾ നീ മൂത്രമൊഴിച്ചു കൊടുത്തില്ലയോ. അവര് നിന്നെ എടുത്ത് കളഞ്ഞില്ല മോനെ. വീണ്ടും പാത്രമെടുത്ത് മാറ്റിയിട്ട് നിന്റെ കവിളിൽ മുത്തം നൽകി നിന്റെ വസ്ത്രമെല്ലാം മാറ്റി നിന്നെ കഴുകിയിട്ട് നല്ല കുപ്പായവും നിക്കറുമൊക്കെ ഇട്ട് തന്ന് വീണ്ടും നിന്നെ ചുംബിച്ച് നിന്നെ വളർത്തിയ നിന്റെ മാതാപിതാക്കളെ നിന്റെ ഭാര്യയുമായി നീ ജീവിക്കുന്ന സമയത്ത് അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അവരുടെ വയസ്സായ സാഹചര്യത്തിൽ പ്രായം ചെല്ലുമ്പോൾ ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയും മോനെ. നിന്നെ അടിച്ചാലും കൊന്നാലും നിന്നെ നല്ലതുപോലെ ആക്ഷേപിച്ചാലും നീ അവരെ ചേർന്ന് പറയണ്ട. കാരണം നിന്നെ വളർത്തിയ നിന്റെ ഉമ്മയാ, നിന്നെ വളർത്തിയത് നിന്റെ ഉപ്പയാ. ഞാൻ ഓർത്തു പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ. ഉമ്മ ഒരു കഥ പറഞ്ഞു തരുന്നു മോനെ. നീ 2 വയസ്സുള്ള സമയത്ത് തൊട്ടിലിൽ ആട്ടുമ്പോൾ നിനക്കൊരു ബിസ്ക്കറ്റ് വേണം, ഒരു കേക്ക് വേണം. ആ കേക്ക് കഴിക്കാതെ നീ ഉറങ്ങാറില്ല. പക്ഷേ ആ കേക്ക് വാങ്ങാനുള്ള പൈസ ഉപ്പയുടെ കയ്യിലില്ലായിരുന്നു. നീ കരയുന്ന സമയത്ത് ചായക്കടയുടെ അടുക്കൽ ഉപ്പ പോയി നിൽക്കും. അവിടെ ഇങ്ങനെ നിന്നിട്ട് കറങ്ങി കറങ്ങി ആ ചായക്കടയ്ക്ക് തവാഫ് ചെയ്യും. ആരെങ്കിലും വന്നിട്ട് എന്താ അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മോനൊരു ബിസ്ക്കറ്റ് വാങ്ങാൻ വന്നതാണെന്ന് പറയാൻ വേണ്ടി അവരെ കയ്യിൽ നിന്ന് 5 പൈസ 25 പൈസ ആണെന്ന് വില അത് വാങ്ങിച്ചിട്ട് എനിക്ക് തരാൻ വേണ്ടിയാണ്. പക്ഷേ അഭിമാനം ഒരാടെ മുമ്പിലേക്ക് കൈനീട്ടാൻ പറ്റുന്നില്ല. വീണ്ടും തിരിച്ചു വരുമ്പോൾ തൊട്ടിൽ നോക്കുമ്പോൾ ഞാൻ കരയുകയാ. വീണ്ടും ചായക്കടയിലേക്ക് പോകും, റോഡിലേക്ക് പോകും, അവിടെ നിൽക്കും. ആരും കൊണ്ടുവരുന്ന ലക്ഷണമില്ല. അവസാനം എൻ്റെ കരച്ചിലിൻ്റെ വിധിയോർത്തിട്ട് ആ കടയിൽ കയറി കടം വാങ്ങിച്ചു കൊണ്ടുവന്ന് ആ ബിസ്ക്കറ്റ് കയ്യിൽ കിട്ടുമ്പോഴാണ് അത് കടിച്ച് കടിച്ച് നീ ഉറങ്ങുന്നത് പൊന്നുമോനെ എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് കഥ പറഞ്ഞപ്പോഴാണ്. ഞങ്ങളെ പോറ്റാൻ വേണ്ടി ഗൾഫിൽ പോയ സമയത്ത് ഒരു ആക്സിഡന്റിൽ അടിമപ്പെട്ട് മരിച്ച് ദമാമിലുള്ള എയർപോർട്ട് റോഡിൽ അള്ളാഹു അവിടുത്തെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഇതേപോലെ എത്ര കഥകൾ നിങ്ങൾക്ക് പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങ് കല്യാണം കഴിച്ചപ്പോഴേക്ക് അവരെ മറക്കാൻ പാടുണ്ടോ? ഉമ്മയെ മറക്കാൻ പാടുണ്ടോ? നമ്മളെ വളർത്തിയ നമ്മുടെ ഉസ്താദുമാരെ മറക്കാൻ പാടുണ്ടോ? അതെല്ലാം നമ്മുടെ കുടുംബമാണ്, നമ്മുടെ ഗോത്രങ്ങളാണ്. അതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ആ ഹബീബിനെ മനസ്സാൽ വിചാരിച്ചോ, ആ ഹബീബിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നോ. ഇത് നല്ലൊരു അവസരമാണ്. റബീഇന്റെ പൊന്നമ്പിളി ആകാശത്തിലാണ്. റബീഉ നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഈ മാതൃകകൾ കാണിച്ചു തന്ന മുത്തു ഹബീബാണ്. അവിടുത്തെ ഓരോരോ ജീവിതവും നമുക്ക് മാതൃകയാണ്. അവിടുന്ന് ഓരോ വിഷമങ്ങളിലും ക്ഷമിച്ചപ്പോൾ നമുക്ക് ക്ഷമിക്കേണ്ടതുണ്ട്. അവിടുന്ന് ഓരോരോ വിഷമങ്ങൾ സഹിച്ചപ്പോഴും നമുക്കതിൽ മാതൃകയുണ്ട്. അതെല്ലാം കാണിച്ചു തരാനാണ് ഹബീബ് വന്നത്. നിങ്ങളറിയില്ലേ, ഹബീബല്ലേ ഉമ്മയെ പരിചയപ്പെടുത്തി തന്നത്.
തന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ഉമ്മയാണെന്ന് ഞാൻ പറഞ്ഞാൽ ആ ഉമ്മയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് ഹബീബല്ലയോ. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം എൻ്റെ ഭാര്യയാണെന്ന് ഞാൻ പറഞ്ഞാൽ ആ ഭാര്യയെ പരിഗണിക്കേണ്ട വചനങ്ങൾ കൊണ്ട് എനിക്ക് ധന്യമായ ഒരു മുഹൂർത്തം സമ്മാനിച്ചത് അവിടുത്തെ ഹബീബല്ലയോ. ഞാൻ എൻ്റെ ഉപ്പയാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉപ്പയുടെ മഹത്വവും വിലയും പഠിപ്പിച്ചു തന്നത് അവിടുന്നല്ലയോ. അങ്ങനെ ആരാരെ നാം സ്നേഹിച്ചാലും അവരോടെല്ലാം സ്നേഹം പഠിപ്പിച്ച മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള എല്ലാവരെക്കാളും സ്വന്തം മക്കളെക്കാളും സ്വന്തം പിതാക്കന്മാരെക്കാളും ഭാര്യയെക്കാളും ഭാര്യയുടെ കുടുംബത്തിലുള്ളവരെക്കാളും നമുക്ക് ഏറ്റവും സ്നേഹിക്കേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ഞാനിവിടെ വഅ്ള് പറയുന്നത് ഹബീബിനു വേണ്ടിയാണ്. നിങ്ങളിവിടെ വന്ന് ഈ വിജ്ഞാനം കേൾക്കുന്നത് ഹബീബിനു വേണ്ടിയാണ്. ഞാൻ നഖം വെട്ടുമ്പോൾ ഹബീബ് എങ്ങനെയാണ് നഖം വെട്ടിയത്? ഞാൻ നിസ്കരിക്കുമ്പോൾ ഹബീബ് എങ്ങനെയാണ് നിസ്കരിച്ചത്? ഞാൻ വെള്ളം കുടിക്കുമ്പോൾ ഹബീബ് എങ്ങനെയാണ് വെള്ളം കുടിച്ചത്? ഞാൻ കുടുംബജീവിതം നയിക്കുമ്പോൾ ഹബീബിന്റെ കുടുംബജീവിതം എങ്ങനെയാണ്? അങ്ങനെ എല്ലാ ജീവിതത്തിന്റെ നിമിഷങ്ങളിലും ഹബീബിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മുഅ്മിനാണെങ്കിൽ അല്ലാഹു നമ്മെ ആ തരത്തിൽ മുഹബ്ബീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ നാട്ടിന് എന്നും ആത്മീയമായ പ്രഭ നൽകുന്നത് ഇവിടെ അടക്കം ചെയ്തിരിക്കുന്ന, ഇവിടെ മറമാടിയിരിക്കുന്ന സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കട്ടെ. എനിക്ക് ഏറ്റവും ഇവിടെ ഉള്ളവർ ഇഷ്ടം ചെറുപ്പക്കാരോടാണ്. ചെറുപ്പക്കാരാ, നീ നിസ്കരിക്കുന്നവനാകണം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരാളുടെ വിശ്വാസം ശരിയായി കഴിഞ്ഞാൽ, ഒരാൾ യഥാർത്ഥമായ ഒരു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വസിച്ചു കഴിഞ്ഞാൽ, അവന്റെ ഷഹാദത്ത് നിനക്ക് ഉറപ്പിച്ചു കഴിഞ്ഞാൽ, രണ്ടാമതായി നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ് നിസ്കാരം. നിസ്കാരമില്ലാത്തവന് ദീനിൽ യാതൊരു സ്ഥാനവുമില്ല. അങ്ങനെ നീ നിസ്കാരക്കാരനാകണം. നീ പള്ളിയിൽ എത്രയും പെട്ടെന്ന് നിനക്ക് പോകാൻ കഴിയുമെങ്കിൽ പോകണം. അല്ല, അതിനുള്ള സാഹചര്യമില്ലെങ്കിൽ ഖളാ ആകുന്നതിന് മുമ്പ് നിനക്ക് സൗകര്യമാകുന്ന ആദ്യ സ്റ്റെപ്പിൽ തന്നെ നീ നിസ്കരിക്കണം. എപ്പോഴും ഒരു ഓർമ്മയുണ്ടാകണം, നമ്മളെല്ലാം മരിച്ചു വീണു കഴിഞ്ഞാൽ റോഡിന്റെ ഓരങ്ങളിൽ ചിന്നിച്ചിതറിയ മയ്യത്തുകളെ നമ്മൾ കാണുന്നില്ലയോ? വാഹനത്തിൽ പോകുമ്പോൾ ഞെട്ടറ്റ് വീഴുന്ന യൗവനങ്ങളെ നാം കാണുന്നില്ലയോ? നമ്മൾ എപ്പോഴും മരിക്കാനുള്ളവരാണ്, ആ മരണത്തിലേക്ക് പോകാനുള്ളവരാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹാഷിമിന്റെ പേര് മയ്യിത്തുന്നാണ്. അതുകൊണ്ട് ആ നികൃഷ്ടമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ആ ഓമനിച്ച് നാം പരിപാലിക്കുന്ന ശരീരം അള്ളാഹുവിന്റെ മുമ്പിൽ 5 നേരം കൊണ്ട് സമർപ്പിച്ചില്ല എങ്കിൽ നമ്മളെ മൊത്തം എടുത്തുകൊണ്ടുപോയി പള്ളിക്കാട്ടിലിടുന്നൊരു ദിവസം അത് വിദൂരമല്ല. കവി പാടിയതുപോലെ, പൊട്ടാനി മുൻ തുള്ളി പിഞ്ചോര കട്ട മുന്നീന്ന് കഷ്ടം ചുമന്നോരു കൊട്ട, പെട്ടെന്ന് ചത്താൽ ചകമല്ല പൊട്ട, പറ നിന്നോടൽക്ക് ബഹുമാനം പൊട്ട. മസില് പിരിപ്പിച്ച് ബൈക്കിൽ മോട്ടോറിൽ നീ പോകുന്ന സമയത്താണ് നിന്റെ റൂഹ് പിടിക്കാൻ മലക്ക് വരുന്നതെങ്കിൽ പിന്നെ നിന്റെ പേര് മയ്യിത്തെന്നാണ് നിന്നെ കൊണ്ടുപോവുകയാണ്. നേരത്തോട് നേരം വെക്കുമ്പോൾ പൊന്നുമോളെ നിന്റെ ശരീരത്തിൽ നിന്ന് നാറ്റമുണ്ടാകും. അതിനാൽ പെട്ടെന്ന് തന്നെ നിന്നെ കൊണ്ടുപോകും. ആ ഒരു ഓർമ്മ നമുക്കുണ്ടായാൽ സുബഹിക്ക് കിടന്നുറങ്ങാൻ തോന്നൂല. അസറിന്റെ സമയത്ത് കിടന്ന് നമുക്ക് ഗ്രൗണ്ടിൽ കളിച്ച് സമയം കളയാൻ തോന്നൂല. നാം നിസ്കാരമുള്ളവരാകണം. അല്ലാഹു നമ്മെ അങ്ങനെയുള്ളവരാക്കുമാറാകട്ടെ. ചൊല്ലിക്കോ
മദീനയിലേക്കൊരു സ്വലാത്ത്. അസ്സലാത്തു അലൻ നബി, എല്ലാവരും ചൊല്ല്, അസ്സലാമു അലർ റസൂൽ. ആ യാത്രയിലുള്ള മറ്റൊരു പെണ്ണുമായി സല്ലപിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവളുമായി ഒന്ന് പ്രേമം നടിക്കണം, എങ്ങനെയെങ്കിലും അവളെ ഒന്ന് വശീകരിക്കണം, എങ്ങനെയെങ്കിലും അവളെ എൻ്റെ ഇംഗതിക്കൊന്ന് കൊണ്ടുവരണമെന്ന് ഈ ചെറുപ്പക്കാരൻ യാത്രയിലുടനീളം ചിന്തിക്കുകയാണ്. അങ്ങനെ അതാ വിജനമായൊരു സ്ഥലത്തെത്തി. സൂര്യൻ അസ്തമിക്കുകയാണ്. എല്ലാവർക്കും യാത്രാ ക്ഷീണമുണ്ട്. ടെന്റുകൾ പൊങ്ങുകയാണ്. യാത്രാ ക്ഷീണാണ്. മരുഭൂമിയിൽ വിറങ്ങലിക്കുന്ന തണുപ്പ് വീശി അടിക്കുന്നുണ്ട്. അങ്ങനെ അതാ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എൻ്റെ ബഹുമാനപ്പെട്ടവരെ, അങ്ങനെ ആ സമയത്ത് എല്ലാവരും നിശീധിനിയുടെ നിശബ്ദതയിൽ, ആ കൂട്ടത്തിലെല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുന്ന നേരത്ത് ആ ചെറുപ്പക്കാരൻ അവളുടെ അടുക്കലെത്തുകയാണ്. എന്നിട്ട് അതാ വിഷയം പറയുന്നു. എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്, നമുക്കൊന്ന് സല്ലപിച്ചാലോ? ഈ ഇരുട്ടിന്റെ മറയത്ത് ആരും അറിയാത്തൊരു സ്ഥലത്ത് നമുക്കൊന്ന് കൂടിയാലോ? ആധുനിക സമസ്യയിൽ ഒരു മിസ്ഡ് കോൾ വരുമ്പോ അതിന്റെ പിന്നെ പോയിട്ട് ചെറുപ്പക്കാരി നിന്റെ ജീവിതം തുലയ്ക്കണ്ട. ആ മിസ്ഡ് കോളിന്റെ പിന്നിലോ ഏതെങ്കിലും ചെറുപ്പക്കാരൻ വാട്സപ്പിൽ നിനക്ക് ഫോണിൽ നിനക്കവന്റെ ഫോട്ടോ അയച്ചു തരുമ്പോ അതിന്റെ പിന്നിലോ നീ കൂടണ്ട. നിന്നെക്കാളും ശ്രദ്ധ നിന്റെ ജീവിതത്തിൽ നിന്റെ ഉപ്പ ഉമ്മാക്കുണ്ട്. അവർ നല്ലൊരു ചെറുപ്പക്കാരന് നിനക്ക് കണ്ടുപിടിച്ച് നല്ലൊരു ജീവിതം നിനക്ക് തരും. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ സമയത്ത് ഈ ചെറുപ്പക്കാരൻ ഇത് പറഞ്ഞ സമയത്ത് ആ നല്ല പെണ്ണ് പറയുകയാണ്, ഫഖാലത്തു ഉൻദുർ അനാമന്നാസു ബിജമീഇഹിം, എല്ലാവരും നല്ലതുപോലെ ഉറങ്ങിയൊന്ന് നീയൊന്ന് നോക്കിയിട്ട് വാ. നമ്മുടെ സഹയാത്രികൾ എല്ലാവരും നല്ലതുപോലെ ഉറങ്ങിയോ എന്ന് ടെന്റുകളിൽ പോയി നീ ഒന്ന് പോയി നോക്കി നല്ല സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് വരിക. ഇത് കേട്ടപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഫരിഹർ റജുലു ബിഖൗലിഹാ, ഇവളുടെ കൗല് കേട്ടപ്പോൾ, സംസാരം കേട്ടപ്പോൾ ഈ ചെറുപ്പക്കാരന് സന്തോഷമായി. വഅന്ന അന്നഹാ ഖദ് അജാബതുഹു, അവന്റെ മിഥ്യാധാരണ എന്താണെന്നറിയുമോ? എന്റെ ഇംഗതിക്ക് അവൾ വഴങ്ങി, അതുകൊണ്ടല്ലേ എല്ലാവരും ഉറങ്ങിയൊന്ന് നോക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് വലിയ സന്തോഷത്തിൽ ഫഖാമ വതാഫ ഹൗലൽ ഖാഫില, ഇരുട്ടിന്റെ ആനുകൂല്യം മുതലെടുത്ത് ക്ഷീണത്തോടെ കിടന്നുറങ്ങുന്ന കാഫിലയിലുള്ള എല്ലാവരെയും ടെന്റിന്റെ ഉള്ളിൽ പോയി ഉറങ്ങിയോ എന്ന് സ്ഥിരപ്പെടുത്തി ബോധ്യപ്പെടുത്തിയതിനു ശേഷം സന്തോഷത്തോടെ ഈ ചെറുപ്പക്കാരൻ ഈ പെണ്ണിന്റെ അടുക്കൽ വരുമ്പോൾ പെണ്ണ് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, മാ തഖൂലു ഫില്ലാ, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഉണർന്നിരിക്കുന്ന അല്ലാഹുവിന്റെ വിഷയത്തിൽ നീ എന്തു പറയുന്നു ചെറുപ്പക്കാരാ? അനായിമും ഫീ ഹാദിഹി സ്സാഅ, ഈ സമയത്ത് അല്ലാഹ് ഉറങ്ങിയിട്ടുണ്ടോ? ഈ ചോദ്യം അങ്ങ് ചോദിക്കുന്നത് ഈമാനുള്ള പെണ്ണിന്റെ സ്വഭാവമാണ്. ഇത്തഖില്ലാ എന്ന് പറയുന്നത് ഈമാനുള്ള പെണ്ണിന്റെ സ്വഭാവമാണ്. ഇസ്രായേലിൽ ഇതിന് സമാനമായ ഒരു ചരിത്രമുണ്ട്. ഹബീബ് പറഞ്ഞു തന്നത്, വ്യഭിചാരത്തിന് വേണ്ടി അവളുടെ അടുക്കൽ സമീപിച്ച സമയത്ത് ആ ചെറുക്കന്റെ ആ പെണ്ണിൻ ആ പുരുഷന്റെ മുഖത്ത് നോക്കി ഇത്തഖില്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നൊറ്റ പദമങ്ങ് പറഞ്ഞപ്പോൾ അല്ലാഹുവിനെ കുറിച്ച് അല്പം മറന്നുപോയ ബുദ്ധീനി ബോധമുള്ള ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ നീ സൂക്ഷിക്കണമെന്നങ്ങ് പറഞ്ഞപ്പോൾ ആ തെറ്റിൽ നിന്ന് മാറിയ സംഭവങ്ങൾ എത്രയാണ്. ഇതേപോലെ ഈ കാഫിലകൾ ഉറങ്ങുന്ന സമയത്ത് തന്നെ ശാരീരികമായി ബന്ധപ്പെടാമെന്ന പുരുഷനോട് അല്ലാഹ് ഉറങ്ങിയിട്ടുണ്ടോന്ന് പോയി നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ ഫഖാല റജുലു ഇന്നല്ലാഹ തആല ലാ യനാം, അല്ലാഹ് ഉറങ്ങില്ലല്ലോ മോളെ. ലാ തഖുദുഹു സിനത്തും വലാ നൗം, ആരാരുമില്ലാത്ത സമയത്ത് നീ ഫോണിൽ സല്ലപിക്കുകയാണോ? നിന്റെ കോളേജ് കുമാരിയുമായി നീ ബന്ധപ്പെടുകയാണോ? അന്യ പെണ്ണുമായി നീ സല്ലപിക്കുകയാണോ? എന്നാൽ മനസ്സിലാക്കുക, ലാ തഖുദുഹു സിനത്തും വലാ നൗം, നിന്റെ ഉപ്പയെ നിനക്ക് മറച്ചു വെക്കാം.
നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ നിനക്ക് മറച്ചു വെക്കാം. നിന്നെ സംരക്ഷിക്കുന്ന, നിന്നെ കോളേജിൽ കൊണ്ടാക്കുന്ന നിന്റെ പ്രിയപ്പെട്ട സഹോദരന് നിനക്ക് മറച്ചു വെക്കാം. ക്ഷീണമില്ലാത്ത ഉറങ്ങാത്ത അല്ലാഹു എല്ലാം കാണുന്നുണ്ട് മോളെ. ഈ ചെറുപ്പക്കാരനോട് ആ പെണ്ണതങ്ങ് പറയുമ്പോൾ അല്ല ഉറങ്ങിന്ന് നോക്കാൻ പറയുന്ന നീ വിഡ്ഢിയല്ലേ, അല്ല ഉറങ്ങൂലല്ലോ. ഫഖാലത്ത്, അപ്പോഴാണ് ആ പെണ്ണ് പറയുന്നത്, ഇന്നല്ലദീ ലം യനം വലാ യനാമു യറാനാ, ഇതുവരെ ഉറങ്ങിയിട്ടില്ലാത്ത, ഇനി ഉറങ്ങാത്ത അല്ലാഹു നിശീധിനിയുടെ നിശബ്ദതയിൽ ലോകം കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ നമ്മുടെ കൂടെ വന്നവരെല്ലാവരും ക്ഷീണത്തിൽ ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോൾ നമ്മൾ തെറ്റു ചെയ്താൽ അല്ല കാണൂല്ലേ മോനെ? അത് നിനക്ക് ലജ്ജയില്ലേ മോനെ? ദീനീ ബോധമുള്ള ആ പെണ്ണങ്ങ് പറഞ്ഞപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ ആലോചിച്ചു പോകുന്നത്, ചിന്തിച്ചു പോകുന്നതെങ്കിൽ ഇതേപോലെ ദീനീ ബോധമുള്ളതായിക്കോ പ്രിയപ്പെട്ട പെങ്ങളെ, ദീനീ ബോധമുള്ളവരായിക്കോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. നല്ല കുടുംബജീവിതത്തിന്റെ സുന്ദരമായ കെട്ടുറപ്പിന് വേണ്ടി ഹബീബിന്റെ പർണശാലയിൽ നിന്ന് കേട്ട ചില ശബ്ദങ്ങളാണ് നമ്മളിവിടെ പുനരാവർത്തനം ചെയ്തത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നാം പറഞ്ഞു, നാം ഏറ്റവും സ്നേഹിക്കേണ്ടത് ഹബീബിനെയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. കാരണം ആ ഹബീബ് നമ്മളെ സ്വർഗത്തിന്റെ വഴി കാണിച്ചു തന്നവരാണ്. നാം ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ ഉപ്പ ഉമ്മമാരെ അവരുടെ ബഹുമാനം പഠിപ്പിച്ചു തന്നവരാണ്. ബറക്കത്തിനു വേണ്ടി ഒരു ചരിത്രം പറഞ്ഞ് ഞാൻ വിടവാങ്ങുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഹബീബിന് അടിമയായി കിട്ടിയതാണ് ഖദീജ ബീവിയുടെ കയ്യിൽ നിന്ന്. അങ്ങനെ അടിമയായി കിട്ടി ഹബീബിന്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ പ്രിയപ്പെട്ട പിതാവ് ഇന്നടുത്തെന്റെ മകൻ ഉണ്ട് എന്നറിഞ്ഞിട്ട് മദീനയിൽ തിരക്കി വരുന്നു. മകനെ കാണാനിട്ട് ഹാരിസ് റളിയല്ലാഹു അൻഹു ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അവരുടെ ഉമ്മ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. മകനെ കാണാൻ ഒരുപാട് ദിക്കുകളിൽ തിരക്കിപ്പോയിട്ടുണ്ട്. ഹജ്ജിന് വന്ന സംഘമാണ് മദീനയിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അടിമയായി സെയ്ദുണ്ട് എന്നറിയുന്നത്. അങ്ങനെയാണ് തിരക്കി അവിടെ വന്നത്. പക്ഷേ ആ വർഷങ്ങൾക്ക് ശേഷം മകനെ ഉപ്പ കാണുമ്പോൾ മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിമ വിമോചകനാണ്. മോനെ സെയ്ദേ, നിന്റെ ഉപ്പാടെ കൂടെ പോകൂ മോനെ. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് കേണു പറയുമ്പോൾ അതാ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, അവിടുത്തെ അടിമയായി ഞാൻ ഇത്രയും കൊല്ലം ജീവിച്ചിട്ട് അടിമത്തത്തിന്റെ ഒരു വേദന ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ ഉപ്പയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം എനിക്ക് അവിടുന്ന് ലഭിച്ചു. എന്നെ പെറ്റ എന്റെ പ്രിയപ്പെട്ട ഉമ്മയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം എനിക്ക് അവിടുന്ന് ലഭിച്ചു. അതിനാൽ എന്നെ പറഞ്ഞു വിടല്ലേ ഹബീബേ, എന്നെ പറഞ്ഞു വിടല്ലേ ഹബീബേ. എന്റെ ഉപ്പയുടെ കൂടെ എനിക്ക് പോകണ്ട, എന്റെ കുടുംബത്തേക്ക് എനിക്ക് മടങ്ങണ്ട. കാരണം എന്റെ കുടുംബത്തിൽ കിട്ടാത്ത സ്നേഹമാണ് ഹബീബിന്റെ സാന്നിധ്യത്തിൽ എനിക്ക് ലഭിച്ചതെന്ന് പറഞ്ഞു. അന്ത ഉമ്മുൻ അം അബുൻ മാ റഅയ്ന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഈ മഹത്തായ ഗാനം ആലപിക്കുന്ന ആ അർത്ഥമുള്ള വചനങ്ങൾ പറയുമ്പോൾ നമുക്ക് ഏറ്റവും സ്നേഹിക്കേണ്ടത് തങ്ങന്മാരെയാണ്. നമ്മുടെ സ്റ്റേജിൽ അതാ ആത്മീയ സാന്നിധ്യമാണ് നമ്മുടെ തങ്ങന്മാർ. നമ്മുടെ നാട്ടിൽ ആത്മീയമായി നേതൃത്വം കൊടുക്കുന്നു നമ്മുടെ സയ്യിദവറുകൾ. എൻ്റെ ബഹുമാനികളെ, ആ ഭാഗ്യം നിങ്ങൾ മനസ്സിലാക്കണം, ആ ഭാഗ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ സർവ്വ വിഷമങ്ങളും അതാ ആ സയ്യിദ്
സെയ്തവറുകളോട് പരാതി പറയണം. ഒരു പിതാവിനോട് പരാതി പറയും പോലെ, ഒരു ഉമ്മയോട് പരാതി പറയും പോലെ നാം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അവിടുത്തെ കുടുംബത്തോടും പരാതികൾ പറഞ്ഞ് സ്നേഹത്തിന്റെ ബിന്ദുവായി അവിടുത്തെ സ്നേഹത്തിന്റെ സാമ്രാജ്യത്തിൽ അലിഞ്ഞു തരുവാൻ വിശ്വാസികളായ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സമയത്തിന്റെ കുറവുണ്ടായിട്ടും ഇവിടെ വന്നത് തന്നെ നമ്മുടെ സയ്യിദവറുകൾ വിളിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ സയ്യിദവറുകൾ സാധുവായി എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവിചാരിതമായി കിട്ടിയ ഈ ബന്ധം ഖിയാമത്ത് നാൾ വരെ തുടർത്തട്ടെ. നാളെ ഹബീബിന്റെ ചാരത്ത് നമ്മളെയും കൊണ്ട് ഈ പാപ്പെടുക്ക് പോകുമ്പോ സാധുക്കളായ ഞങ്ങളെയും കൊണ്ട് പോകണമെന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ സയ്യിദന്മാരോടും പറഞ്ഞ് ഞങ്ങളെ എല്ലാ വിഷയത്തിലും ഉൾക്കൊള്ളിച്ച് പ്രാർത്ഥനയിലടക്കം എല്ലായ്പ്പോഴും ഞങ്ങളെ ഓർമ്മിക്കണമെന്നും ഓർമ്മപ്പെടുത്തി സാധുവായ ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ സംസാരിച്ചതും കേട്ടതുമായ കാര്യങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ഇതിന്റെ പ്രതിഫലം നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും സർവ്വ സമ്പൽ സമൃദ്ധിയും അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പഠന പരീക്ഷകളിൽ അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ദീനിന് ഖാദിമായി ദീർഘനാൾ ജീവിക്കാൻ നമുക്കും നമ്മുടെ ഉസ്താദുമാർക്കും ഏവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല അച്ചടക്കമുള്ള അതവുള്ള ഉമ്മമാരാക്കട്ടെ. നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അവർ, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി കഷ്ടപ്പെടുന്ന അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വേദനകളും നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.